أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من زكاها وقد خاب من دساها. صدق الله مولانا العلي العظيم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدرك ربي وارزقنا زيارته قبل قبض الروح والخرج. صل رب العالمين على سيد الكونين والسرج. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാദാത്യങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്കെല്ലാം കുടുംബസമേതം സ്നേഹജനങ്ങൾ ഒന്നിച്ച് അഹ്ലു ബൈത്തിനൊപ്പം ജന്നാത്തുൻ നഈമിൽ ഇരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ സഭ എല്ലാ മാസവും നടക്കുന്നതാണ്. സയ്യിദ് അവർകൾക്കൊപ്പം ഖാദിമീങ്ങളായും സംഘാടകരായും പ്രവർത്തകരായും നിൽക്കുന്ന എല്ലാവരുടെയും പങ്കാളിത്തം ഈ സഭ സംഘടിപ്പിക്കുന്നതിൽ ഉണ്ട്. നമ്മുടെ ഈ മജ്‌ലിസിലേക്ക് ഉമ്മമാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത് കാണുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖബൂലിയത്ത് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ കർണാടകത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ താജുൽ ഉലമ ഉപ്പാപ്പ ഉൾപ്പെടെ അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ച് അവരെ മദദ് നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. ഒട്ടേറെ മഹനീയരായ സാദാത്യങ്ങൾ നേതൃത്വം നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അവരുടെയൊക്കെ ഒരു പൊരുത്തം വാങ്ങാൻ ഭാഗ്യം ലഭിച്ച ഷറഫു സാദാത്ത് തങ്ങൾ ഇപ്പോൾ നമ്മുടെ പ്രതീക്ഷയായി ഉയർന്ന് വളർന്ന് പന്തലിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ കാണുമ്പോൾ നമുക്കെല്ലാം ഏറെ സന്തോഷമുണ്ട്. ഷറഫ് സാദാത്ത് തങ്ങളുടെ നേതൃത്വത്തിൽ കർണാടകത്തിലെ ഹജ്ജ് കമ്മിറ്റി വളരെ സുസ്ഥിരമായ സേവനങ്ങൾക്ക് ഗവൺമെന്റ് അംഗീകൃത തയ്യാറെടുപ്പ് വരുന്നു എന്നത് തന്നെ മികച്ച ഉദാഹരണമാണ്. തങ്ങളുടെ ഉപ്പാപ്പമാരൊക്കെ വിശ്രമിക്കുന്ന ആദൂരിലും ഇവിടെ മുടിപ്പുവിലും തങ്ങളുടെ നേതൃത്വത്തിൽ ദീനീ ദഅവത്തിന്റെ സംരംഭങ്ങൾ ഉയർന്ന് വളർന്നു വരുന്നു എന്നത് നമ്മയൊക്കെ എത്രയാണ് സന്തോഷിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഇനി അങ്ങോട്ടുള്ള തലമുറയ്ക്ക് ദീനീ നേതൃത്വം നൽകാൻ സാധിക്കണമെങ്കിൽ അതനുസരിച്ചുള്ള നേതൃത്വവും കൂടിയേ തീരൂ. നമുക്കറിയാം, കേരളത്തിലും ഇന്ത്യയിലുമെല്ലാം വലിയ വിപ്ലവം സൃഷ്ടിച്ച് മുന്നേറുകയാണ് ബദറുസ് സാദാത്ത് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്.
ലോകോത്തര വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലേക്ക് തങ്ങളവറുകൾ കുതിച്ചു കയറുകയാണ്. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. 89 വയസ്സായി. താജുൽ ഉലമയും നൂറുൽ ഉലമയും ഒക്കെ നമ്മെ പിരിഞ്ഞു പോയി. അപ്പൊ അടുത്ത തലമുറയിൽ അർഹതപ്പെട്ട ആളുകൾ ഇങ്ങനെ ഉണ്ടായി വരുന്നത് കാണുമ്പോൾ ദീനീ സ്നേഹികളായ ഉലമാക്കളും ഉമറാക്കളും പ്രവർത്തകരും ഉമ്മപങ്ങന്മാരുമെല്ലാം നിറഞ്ഞ ശുക്റിന്റെ പ്രാർത്ഥനയോടുകൂടെ ഇതിനെയൊക്കെ സ്വീകരിക്കുകയും നോക്കിക്കാണുകയും ചെയ്യുകയാണ്. ഈ പ്രദേശത്തും പരിസരത്തും എല്ലാം ഉള്ള കച്ചവടക്കാർ, വ്യാപാരികൾ, വ്യവസായികൾ, കർഷകർ വിവിധ വിഷയങ്ങളിലായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം വലിയ ഒരു പ്രതീക്ഷയായി ഷറഫ് സാദാത്ത് തങ്ങളവറുകളുടെ സേവനം. അല്ലാഹുവേ നീ എല്ലാവിധ തൗഫീഖും നൽകണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ നമുക്ക് പറയാം. ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ഉണർത്തുകയാണ്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള നൂറാണ്, പ്രകാശമാണ് അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത്. ആ പ്രകാശത്തിലാണ് ലോകം അവസാനം വരെ നിലനിൽക്കുന്നത്. ആ പ്രകാശമാണ് മഹ്ശർ മൈതാനിയിൽ നമുക്ക് വെളിച്ചമാകുന്നത്. ആ പ്രകാശമാണ് സ്വർഗലോകത്ത് നമ്മെ പ്രകാശിപ്പിക്കുന്നത്. സൃഷ്ടിചരാചരങ്ങളെ മുഴുവനും സൃഷ്ടിക്കുന്നതിന്റെ 1000 ആണ്ടുകൾക്ക് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം അത് അല്ലാഹു തആല സൃഷ്ടിച്ചു. ബിഅൽഫി ആം യുസബ്ബിഹു അല്ലാഹു ദാലിക അൻ-നൂർ വതുസബ്ബിഹു അൽ-മലായികതു ബിതസ്ബീഹി. താരീഖ് ഇബ്നു ഇസ്ഹാഖും താരീഖ് ഇബ്നു ഹിഷാമും ഒക്കെ അടക്കമുള്ള ബൃഹത്തായ കിതാബുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന 22 കാരറ്റ് തങ്കമായ ചരിത്രം സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ അൽ മഅബരി റളിയല്ലാഹു അൻഹു ഏറ്റവും ചുരുക്കി അവതരിപ്പിച്ചതാണ് മങ്കൂസ് മൗലിദിന്റെ വരികൾ. അതിൽ നമുക്ക് രേഖപ്പെടുത്തി വെക്കുന്നത് കാണും. സൃഷ്ടിചരാചരങ്ങളെ പടക്കുന്നതിന് 1000 ആണ്ടുകൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട മുത്തുനബിയുടെ പ്രകാശം അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരുന്നു. മലക്കുകളെ സൃഷ്ടിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തിന്റെ ആ തസ്ബീഹിനൊപ്പം ആ ദിക്റുകൾക്കൊപ്പം മലക്കുകൾ ചേർന്ന് ചൊല്ലാൻ തുടങ്ങി. മലക്കുകൾ ചേർന്ന് ചൊല്ലാൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ മനുഷ്യൻ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചപ്പോൾ ആ പ്രകാശത്തെ ആദം നബി അലൈഹിസ്സലാമിൽ അല്ലാഹു തആല നിക്ഷേപിച്ചു. ആദം നബി അലൈഹിസ്സലാമിൽ ആ പ്രകാശം നിക്ഷേപിച്ച ശേഷം ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാം തന്നെ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. എന്റെ ശരീരത്തിൽ ഞാൻ അറിയാത്ത, ഞാൻ പറയാത്ത ചില സൗണ്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ. ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബേ, എന്റെ ശരീരത്തിൽ എന്തോ ചില പ്രത്യേകതകൾ വരുന്നല്ലോ. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ആദമേ, നിങ്ങളുടെ ശരീരത്തിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം നിക്ഷേപിച്ചിട്ടുണ്ട്.
ആ പ്രകാശത്തിന്റെ തസ്ബീഹാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ തസ്ബീഹ് ഏതായിരുന്നു എന്നതിനെ കുറിച്ച് ഉലമാ രേഖപ്പെടുത്തുന്നത് അല്ലാഹു മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകം തോന്നിപ്പിച്ച, അവർക്ക് പ്രത്യേകമായി കൊടുത്ത തസ്ബീഹ് ആകാം. മറ്റൊരു ചില മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ തസ്ബീഹ് വിവിധ ദിക്റുകളുടെ സമാഹാരം, അതായത് ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ തസ്ബീഹ്, തഹ്മീദ്, തക്ബീർ, തഹ്ലീൽ ഇതൊക്കെ ചേർന്നതാണ്. അതായത് സുബ്ഹാനല്ലാഹ് അത് തസ്ബീഹാണ്, അൽഹംദുലില്ലാഹ് അത് തഹ്മീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് തഹ്ലീലാണ്, അല്ലാഹു അക്ബർ അത് തക്ബീറാണ്. അപ്പോൾ ദിക്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതൊക്കെ ചേർന്നതാണ് ഈ ദിക്ർ. തസ്ബീഹുണ്ട് സുബ്ഹാനല്ലാഹ്, തഹ്മീദുണ്ട് അൽഹംദുലില്ലാഹ്, തഹ്ലീലുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, തക്ബീറുണ്ട് അല്ലാഹു അക്ബർ. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം ചൊല്ലിക്കൊണ്ടിരുന്ന തസ്ബീഹ്. സ്വർഗലോകത്തേക്ക് കടക്കുമ്പോൾ സ്വർഗീയ കവാടങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന തസ്ബീഹ്, കഅബ ശരീഫിന്റെ ഉള്ളിലേക്ക് കയറാൻ ഭാഗ്യം ലഭിച്ചാൽ ആ കഅബ ശരീഫിന്റെ ഉള്ളിലെ ചുമരുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദിക്ർ തസ്ബീഹ്, കഅബ ശരീഫിന്റെ പുറത്ത് ഒന്നായിട്ട് പുതച്ചു വെച്ചിരിക്കുന്ന കഅബത്തിന്റെ കില്ല, ആ കില്ലയിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന തസ്ബീഹ്, അതൊക്കെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വഫീ റിവായത്തിൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. ഈ ദിക്റിനെ സംബന്ധിച്ച് ഒട്ടേറെ വിഷയങ്ങളുണ്ട്. തൽബീസി ഇബ്ലീസ് പോലത്തെ ചില കിതാബുകൾ, അങ്ങനെ ചില കിതാബുകളിലൊക്കെ പ്രത്യേകം നമുക്ക് ചില വാർത്തകൾ, ചില ചരിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരു പ്രശ്ന പരിഹാരത്തിന്റെ ഒറ്റമൂലിയാണ് ദിക്ർ എന്ന് പറയുന്നത്. ചില രോഗങ്ങൾക്ക് നമ്മൾ മരുന്ന് എത്ര കഴിച്ചാലും മതിയാവും. ഇപ്പൊ നമ്മുടെ ഷുഗർ രോഗികൾ ഒരു ദിവസം വിവിധ വണ്ണത്തിലും വലിപ്പത്തിലുള്ള ഗുളിക, ആ ഷുഗർ രോഗികളൊക്കെ കാണാം ഭക്ഷണത്തിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ്, മിനിറ്റുകൾക്ക് മുമ്പ്, ഭക്ഷണത്തിന്റെ മുമ്പ് ഇത്ര ഗുളിക, ഭക്ഷണത്തിന്റെ ശേഷം ഇത്ര ഗുളിക, അങ്ങനെ തുടങ്ങിയിട്ട് ഗുളിക, ഇൻസുലിൻ, എന്തൊക്കെ ഇങ്ങനെ വിവിധ മരുന്നുകൾ വേണ്ടി. അതേ സമയത്ത് ചില രോഗങ്ങൾക്ക് ഒറ്റ ഇഞ്ചക്ഷൻ, ചില രോഗമൊക്കെ ഉണ്ടായാൽ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് ആ രോഗിയെ ഉത്തരവാദപ്പെട്ട ഡോക്ടറുടെ അരികിൽ എത്തിച്ചിട്ട് ഒരൊറ്റ ഇഞ്ചക്ഷനാണ് കൊടുത്താൽ അൽഹംദുലില്ലാഹ് ആ ഇഞ്ചക്ഷന്റെ ടൈം വൈകുന്നതിന് മുമ്പ് അത് കിട്ടിയാൽ അയാൾ രക്ഷപ്പെട്ടു. ഈ ഷോക്ക് വരുന്ന രോഗം, ഇങ്ങനത്തെ ഒക്കെ ചില രോഗങ്ങൾക്ക് അങ്ങനെ ചില പ്രത്യേക ഇഞ്ചക്ഷൻ ഉണ്ട്. കണ്ണിന്റെ കാഴ്ച ഇങ്ങനെ ഞരമ്പുകളെ ശക്തി കുറഞ്ഞിട്ട് ഒരാളെ കണ്ണിന്റെ കാഴ്ച ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു സെക്കൻഡ് താമസിക്കാതെ വിടണം, ഇന്ന ഡോക്ടറെ അടുത്തെത്തണം. അയാളുടെ അടുത്തെത്തി. അയാൾ കണ്ണിങ്ങനെ നോക്കിയിട്ട് ഉടനെ കോയമ്പത്തൂരിൽ നിന്ന് 12,000 രൂപ വില വരുന്ന ഒരു ഇഞ്ചക്ഷനാണ് ചെയ്യുന്നത്. അങ്ങോട്ട് കാഴ്ചയില്ലാതെ പോയ ആൾ ഇങ്ങോട്ട് കാഴ്ചയോടുകൂടെ തിരിച്ചു പോരും. ചില രോഗങ്ങൾക്ക് ഒരു ഒറ്റമൂലി മരുന്ന്, ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്ന പോലെ ആത്മീയ രംഗത്ത് നമ്മുടെ ദിക്റുകളെല്ലാം ഓരോരോ ചികിത്സയാണ്. ആത്മീയ രംഗത്ത് നമ്മുടെ ദിക്റുകളെല്ലാം നമ്മുടെ അഭിവൃദ്ധിയുടെ, നമ്മുടെ വളർച്ചയുടെ, നമ്മുടെ ഉയർച്ചയുടെ, നമ്മുടെ ആഖിറത്തിന്റെ സമ്പാദ്യത്തിന്റെ, ദുനിയാവിന്റെ പ്രശ്നപരിഹാരത്തിന്റെ ഒരു വലിയ നേട്ടമാണ്. അതിൽപ്പെട്ട ഒരു പ്രത്യേക ചികിത്സയാണ്, ഒരു ഒറ്റമൂലി മരുന്നാണ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ.
ചില ചരിത്രങ്ങളിൽ കാണാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുസബ്ബിഹുൽ മലായികത്തു ബിതസ്ബീഹി ഫലമ്മാ ഖലഖല്ലാഹു തആല ആദം അലൈഹി സലാം അൽഖാ ദാലിക നൂറ ഫീ തീനതിഹി ഫഅഹ്ബതനി അല്ലാഹു ഫീ സുൽബി ആദം ഇലൽ അർളി വജഅലനി ഫീ സഫീനതി ഫീ സുൽബി നൂഹ് വജഅലനി ഫീ സുൽബിൽ ഖലീൽ ഇബ്രാഹിം അലൈഹിമുസ് സലാം. ഇങ്ങനെ പോകുന്നു ആ ചരിത്രത്തിന്റെ വിശദീകരണം. അപ്പൊ ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്നുകൊണ്ട് കേട്ടിരിക്കുന്ന ആ തസ്ബീഹ് ഏതായിരുന്നു? ആ ശബ്ദം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തിന്റെ തസ്ബീഹാണ്. അപ്പൊ അല്ലാഹു തആലയോട് ആദം നബി അലൈഹിസ്സലാം ആഗ്രഹം പ്രകടിപ്പിച്ചു, റബ്ബേ ആ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന പ്രകാശമാണല്ലോ എന്നെ സൃഷ്ടിക്കാൻ കാരണമായത്, സ്വർഗം സൃഷ്ടിക്കാൻ കാരണമായത്, നരകം സൃഷ്ടിക്കാൻ കാരണമായത്, ഭൂമി സൃഷ്ടിക്കാൻ കാരണമായത്, ആകാശം സൃഷ്ടിക്കാൻ കാരണമായത്. അതുകൊണ്ട് എനിക്ക് ആ പ്രകാശം ഒന്ന് കാണാൻ പറ്റുമോ നബിയുല്ലാഹി ആദം? യാ റബ്ബ്, ആ പ്രകാശം ഒന്ന് എനിക്ക് കാണാൻ പറ്റുമോ? ആദം നബി അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ട ശേഷം സ്വർഗത്തിലും അർശിലും എല്ലാ സ്ഥലങ്ങളിലും എഴുതി വെച്ച് കാണുന്നുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വളമ്മല്ലിലാഹു സ്മൻ നബിയ്യി ബിസ്മിഹി. അല്ലാഹുവിന്റെ പേരിനോട് ചേർന്ന് അല്ലാഹു തആല വെച്ചിരിക്കുന്ന പേര് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതവിടെ തീർന്നാൽ ഉടനെ അതിനോട് ചേർന്ന് നിൽക്കുന്ന പേര് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിന്റെ അക്ഷരമാലകൾ, അതിന്റെ ഒരു അക്ഷരമാലകൾ എങ്ങനെയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് 12 ഹർഫാണ്. എത്ര ഹർഫാണ്? 12 ഹർഫാണ്. അതിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് അതും 12 ഹർഫാണ്. 12ഉം 12ഉം എത്രയായി? 24. ഒരു രാപ്പകൽ, ഒരു രാവ്, ഒരു പകൽ, ഒരു ദിവസം, അതെത്ര മണിക്കൂറാണ്? 24 മണിക്കൂർ. 24 മണിക്കൂർ ചേർന്ന ദിവസമാണ് ആഴ്ച. ആഴ്ച ചേർന്നതാണ് മാസം. മാസങ്ങൾ ചേർന്നതാണ് വർഷം. വർഷങ്ങൾ ചേർന്നതാണ് നമ്മുടെ ആയുഷ്കാലം, അല്ലേ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ, ചന്ദ്രനെ, കടലിനെ, കരയെ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന 24 ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന 24 ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ ഹാർട്ട് അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ സംഗതിയെയും നിയന്ത്രിക്കുന്നതാണ്. അപ്പൊ ആ 24 സൂര്യനും ചന്ദ്രനും ഒക്കെ അടക്കമുള്ള എല്ലാം. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിച്ച് അത് പ്രഖ്യാപിച്ചുകൊണ്ടേ ഇരിക്കുന്ന, അത് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്ന ഒരാളും ഭൂമിയിൽ ഇല്ലാതെ വന്നാൽ പിന്നെ സൂര്യൻ അതിന്റെ ക്രമത്തിൽ നിന്ന് തെറ്റും. അതിന്റെ ഘടന മാറും. അതിന്റെ ഘടന മാറും. ഇപ്പൊ സൂര്യൻ കിഴക്ക് ഭാഗത്ത് നിന്ന് ഉദിച്ചങ്ങനെ സഞ്ചരിച്ച് പടിഞ്ഞാറ് അസ്തമിച്ച് വീണ്ടും കിഴക്ക് വരികയാണ്. ഭൂമിയിൽ ഒരാളും അത് വിശ്വസിച്ച് പറയുന്നവരില്ലേ? അതിന്റെ റിമോട്ട് കൺട്രോൾ നഷ്ടപ്പെടും. റിമോട്ട് കൺട്രോൾ നഷ്ടപ്പെടും. അബുദാബിയിൽ നിന്നോ സിംഗപ്പൂരിൽ നിന്നോ അതല്ലെങ്കിൽ ദുബായിൽ നിന്നോ ഒരു വിമാനം അതിങ്ങനെ പറന്ന് വരുന്നത് എവിടേക്കാണ്? അത് മംഗലാപുരത്തേക്കാണ്. മംഗലാപുരത്ത് നിന്ന് ഒരു ഫ്ലൈറ്റ് അത് പൊങ്ങി എങ്ങോട്ടാണ്? അത് സിംഗപ്പൂരിലേക്കാണ്. അത് ഒരു റിമോട്ട് കൺട്രോൾ. റിമോട്ട് കൺട്രോൾ അല്ലേ? അല്ലാഹു റബ്ബി, വിമാനത്തിന്റെ കോക്പിറ്റിൽ ആരിയ്ക്കുന്നുണ്ട്? പൈലറ്റ് ഇരിക്കുന്നുണ്ട്, കോ പൈലറ്റ് ഇരിക്കുന്നുണ്ട്, അവരൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അത് നിയന്ത്രിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനം എവിടെയാണ്? അതൊരു കൺട്രോൾ റൂമിലാണ്.
ആ കൺട്രോൾ റൂമിലെ സിസ്റ്റത്തിൽ അതിനെ ഇങ്ങനെ എന്ന പോലെ നമ്മളൊക്കെ ഭൂമിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓരോരോ വാഹനങ്ങളാണ്. ഈ ഭൂമി ഒരു റോഡായി സങ്കല്പിച്ചാൽ നമ്മളൊക്കെ ഇതിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ്. ഈ ഓട്ടത്തിൽ ഒപ്പം ചേരുന്ന ഒന്ന് ഭൂമി, ഇത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആകാശം, സൂര്യൻ, ചന്ദ്രൻ, സമുദ്രത്തിലെ തിരമാലകൾ ഒന്നും വെറുതെ നിൽക്കുകയല്ല. ആണ് ആ സമുദ്രത്തിലെ തിരമാലകളൊക്കെ എന്താ ഒന്നിനു പുറകെ ഒന്ന്, ഒന്നിനു പുറകെ ഒന്ന്, ഒന്നിനു പുറകെ ഒന്ന്, ഒന്നിനു പുറകെ ഒന്ന്. ആരാണ് ഇതൊക്കെ ഇങ്ങനെ ഉന്തി വിട്ടുകൊണ്ടിരിക്കുന്നത്? ആരാണ് ഇതൊക്കെ ഇങ്ങനെ തള്ളി വിട്ടുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ ഇങ്ങനെ ചലനാത്മകമാണ്. ഏതുപോലെ? അത് വിമാനം കോക്പിറ്റിൽ ഇരുന്നു കൊണ്ട് പൈലറ്റ് അത് ഓടിക്കുന്നുണ്ട്. പക്ഷേ അത് റിമോട്ട് കൺട്രോൾ ഉണ്ട്. ആ റിമോട്ട് കൺട്രോൾ തെറ്റിപ്പോയാൽ ഇതൊക്കെ വഴി തെറ്റിപ്പോകും, ഇതൊക്കെ കൂട്ടിമുട്ടിപ്പോകും. എന്ന പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് മൊത്തം ഇതിനെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റിമോട്ട് കൺട്രോൾ അല്ലാഹു റബ്ബി. ആ റിമോട്ട് കൺട്രോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആരാണ്? നമ്മളൊരു പൈലറ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ഡ്രൈവർ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വിമാനത്തിന്റെ അതിന് സീറ്റ് ആരിക്കണം? പൈലറ്റ് ഇരിക്കണം അല്ലേ? നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ ആരിരുന്നിരിക്കണം? ഡ്രൈവർ ഇരിക്കണം. കപ്പലിൽ ആരിക്കണം? കപ്പിത്താൻ ഇരിക്കണം. ഓരോരുത്തരും ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കണം. പക്ഷേ അതിന്റെ ഒക്കെ അപ്പുറത്തൊരു നിയന്ത്രണം ഉണ്ട്. നമ്മൾ വണ്ടി ഓടിച്ചു പോവുകയാണ്. ഈ വണ്ടിയുടെ രീതി അനുസരിച്ച് ഇത് പെട്രോൾ വണ്ടിയാണ്, ഇത് ഡീസൽ വണ്ടിയാണ്. ഈ വണ്ടി ഇപ്പോൾ എത്ര സ്പീഡിൽ ഓടാം? ഇത് ഇന്ന റോഡിൽ 20 സ്പീഡ്, ഇന്ന സ്ഥലത്ത് 40 സ്പീഡ്, ഇന്ന സ്ഥലത്ത് 100 സ്പീഡ്, ഇന്ന സ്ഥലത്ത് 80 സ്പീഡ്. ഓക്കെ, ആ കൺട്രോളൊക്കെ വെച്ചുകൊണ്ട് ഓടുമ്പോഴും അപകടം ഉണ്ടാകൂല എന്ന് ഉറപ്പുണ്ടോ? നമ്മൾ കാർ ഓടിച്ചു പോകുന്നത് 80 സ്പീഡിൽ പോകേണ്ട ഒരു സ്ഥലത്ത് നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് എത്ര ഓടിക്കുന്നുള്ളൂ? 60 ഓടിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു അപകടവും ഉണ്ടാകൂല. ഉറപ്പുണ്ടോ? ഇല്ല. ഇതിന് റിമോട്ട് വേറെ, ഇതിന് റിമോട്ട് പറയും. ഡ്രൈവിംഗ് സീറ്റിൽ നമ്മൾ ഇരിക്കുന്നു എന്ന് മാത്രം, ഒരു റിമോട്ട് കൺട്രോൾ അത് വേറെയാണ്. എന്ന പോലെ വിമാനങ്ങളും കപ്പലും കടലും കരയും സൂര്യനും ചന്ദ്രനും ഒക്കെ അതിന്റെ വഴിക്ക് ഇങ്ങനെ സഞ്ചരിക്കുന്ന രീതിയിൽ അതിനെ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന റിമോട്ട് കൺട്രോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിങ്ങനെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കണം, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് ഇതിനൊക്കെ നിയന്ത്രിക്കുന്നത്. ആരും പറയുന്ന ആളില്ല, ആരും വിശ്വസിക്കുന്ന ആളില്ല എങ്കിൽ റിമോട്ട് കൺട്രോൾ ഓഫായി. റിമോട്ട് കൺട്രോൾ ഓഫായാൽ പിന്നെ എന്താകും? ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ സൂര്യൻ എവിടെ നിന്ന് ഉദിക്കും? സൂര്യൻ എവിടെ നിന്ന് ഉദിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും എന്ന് പറഞ്ഞാൽ കൺട്രോൾ നഷ്ടപ്പെട്ടു, കൺട്രോൾ നഷ്ടപ്പെട്ടു. ഇവിടെയാണ് നമ്മളൊക്കെ ഓർക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ഒരു ദിക്ർ സ്വലാത്ത് നടക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഒരു ഹദ്ദാദ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു റാത്തീബ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു ദിക്ർ മജ്ലിസ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ നാടിന് കാവലാണ്, അത് ഈ രാജ്യക്കാർക്ക് കാവലാണ്, അത് ഈ പ്രദേശത്തെ കടലിനും കരക്കും സൂര്യനും ചന്ദ്രനും ഒക്കെ കാവലാണ്. അതുകൊണ്ട് തന്നെ ദിക്റിന്റെ മജ്ലിസുകളെ, സ്വലാത്ത് മജ്ലിസുകളെ, റാത്തീബ് മജ്ലിസുകളെ നാം പ്രത്യേകമായി ബഹുമാനിക്കണം, ആദരിക്കണം. അതിൽ നമ്മൾ സംബന്ധിക്കണം. നമുക്ക് അഥവാ ഒരു സ്ഥലത്ത് സംബന്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ മനസ്സ് അതിന്റെ കൂടെ നിൽക്കണം, നമ്മുടെ സഹായ സഹകരണങ്ങൾ അതിന്റെ കൂടെ നിൽക്കണം. നമുക്ക് കൂടി കാവലാണത്, നമ്മുടെ സ്വത്തിന് കാവലാണത്, നമ്മുടെ ശരീരത്തിന് കാവലാണത്, നമ്മുടെ വീടിന് സംരക്ഷണമാണത്, നമ്മുടെ നാടിന് സംരക്ഷണമാണത്. ഇതൊക്കെ കൺട്രോൾ തെറ്റിപ്പോകും. ഒരൊറ്റ ഭൂകമ്പം ഉണ്ടായാൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ഒരൊറ്റ ഭൂചലനം ഉണ്ടായാൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഭൂമി അതിന്റെ ഘടന മാറിപ്പോകാതിരിക്കാൻ, അതിന്റെ റിമോട്ട് കൺട്രോൾ അത് അതേപോലെ നിലനിൽക്കാൻ, അതാണ് ഈ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്ർ, റാത്തീബ്, സ്വലാത്തുകളൊക്കെ. നമ്മൾ അതിനെ അതിൻ്റെതായ അർത്ഥത്തിൽ കാണണം.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ദിക്റിന്റെ വിവിധ ഇനങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ? ചില പ്രത്യേകതകൾ ചിലതിനുണ്ട്. ഇപ്പൊ വിശുദ്ധ ഖുർആനിലെ അതിശ്രേഷ്ഠമായ ആയത്തുകളിൽ ഒരു പ്രധാനപ്പെട്ട റഈസു ആയിൽ ഖുർആൻ, ഖുർആൻ ആയത്തുകളുടെ നേതാവ് എന്നാണ് അതിനെ സംബന്ധിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞത്. ഖുർആൻ ആയത്തുകളുടെ നേതാവ്, ആദ്യ ആയത്തുകളുടെ നേതാവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയുടെ പ്രസിഡന്റ്, അതല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ്, ഏറ്റവും ടോപ്പ് ആളുകൾ നമ്മൾ പറയും. വിശുദ്ധ ഖുർആന്റെ എല്ലാം ബഹുമാനമാണ്, ആദരവാണ്. പക്ഷെ ചിലതിന് ചില പ്രത്യേകതകളുണ്ട്. റഈസു ആയിൽ ഖുർആൻ, ഖുർആൻ ആയത്തുകളുടെ നേതാവ് എന്നാണ് ആയത്തുൽ കുർസിയെ സംബന്ധിച്ച് പറഞ്ഞത്. എന്താ ആയത്തുൽ കുർസിയുടെ പ്രത്യേകത? അല്ലാഹുവിന്റെ പേര്, അല്ലാഹുവിന്റെ പേര് ലാഹിറും ദമീറും, അത് ആലിമീങ്ങളുടെ ഭാഷയാണ്. സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ പറയാം, പ്രത്യക്ഷവും പരോക്ഷവും. പ്രത്യക്ഷത്തിൽ പറഞ്ഞതും ഉണ്ടാകും, പരോക്ഷമായി പറഞ്ഞതും ഉണ്ടാകും അല്ലേ? അതാണ് ലാഹിറും ദമീറും. അല്ലാഹുവിന്റെ പേര് ലാഹിറും ദമീറുമായി 18 പ്രാവശ്യം ആവർത്തിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലെ ഒരേ ഒരായത്താണ് ആയത്തുൽ കുർസി. നിങ്ങൾക്കൊന്ന് ഓതി നോക്കാം. കുറച്ച് ഞാൻ ഉദാഹരണം പറയാം, ഒന്ന് ഓതി നോക്കി എന്റെ കൂടെ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യു അൽ ഖയ്യൂം. അല്ലാഹുവിന്റെ പേര് 5 പ്രാവശ്യമായി. അതിൽ 4 പ്രാവശ്യം പ്രത്യക്ഷമാണ്, 1 പ്രാവശ്യം പരോക്ഷമാണ്. അല്ലാഹു പ്രത്യക്ഷമായതാണ്. ലാ ഇലാഹ അല്ലേ? ഇല്ലാഹു അതേതാണ്? ദമീറാണ്. അൽ ഹയ്യു അൽ ഖയ്യൂം. ഇങ്ങനെ അങ്ങോട്ട് ആ ഒറ്റ സെന്റൻസ് തീർന്നപ്പോഴൊക്കെ തന്നെ എന്തായി? 5 പ്രാവശ്യമായി അല്ലാഹുവിന്റെ പേര്. ഇനി നമുക്ക് അവസാനത്തിലേക്ക് പോകാം. വഹുവൽ അലിയുൽ അളീം. അപ്പോ അല്ലാഹ് എന്ന് തുടങ്ങി അൽ അലീം എന്ന പേര് കൊണ്ട് അവസാനിക്കുന്നതിനിടക്ക് ആയത്തുൽ കുർസിയിൽ ആവർത്തിച്ചിട്ടുള്ളത് അല്ലാഹ് എന്ന പേര് ലാഹിറും ദമീറും, പ്രത്യക്ഷവും പരോക്ഷവുമായി 18 പ്രാവശ്യമാണ്. 18 പ്രാവശ്യം അല്ലാഹുവിന്റെ പേര് ആവർത്തിക്കപ്പെട്ട ഒരായത്ത് വിശുദ്ധ ഖുർആനിൽ ആയത്തുൽ കുർസി മാത്രമാണ്. ആയത്തുൽ കുർസി അത് എല്ലാറ്റിനും പരിഹാരമാണ്. ആയത്തുൽ കുർസി അത് ഖുർആനിന്റെ നേതാവാണ്, ഖുർആന്റെ പ്രസിഡന്റാണ്, ഖുർആന്റെ ഭരണാധികാരിയാണ്, ഖുർആന്റെ എല്ലാം എല്ലാം ആയത്തുൽ കുർസിയാണ് ഖുർആന്റെ നിയന്ത്രണം. കണ്ടോ? ഓരോന്നിനും ചില പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ അറിഞ്ഞു പോകണം നമുക്ക്. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസി അവന്റെ ശരീരത്തിന്റെ സുരക്ഷക്ക്, അവന്റെ ഈമാനിന്റെ സുരക്ഷക്ക്, അവന്റെ ആഖിറത്തിന്റെ സുരക്ഷക്ക് ആയത്തുൽ കുർസി ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം 11 പ്രാവശ്യമെങ്കിലും ഓതണേ. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏതെല്ലാം വിഷയത്തിനാണ് പരിഹാരം? ആയത്തുൽ കുർസി ഏതെല്ലാം വിഷയത്തിനാണ് പരിഹാരം? അല്ലാഹു റബ്ബി, ഒരു സംശയ രോഗം. എന്താണത്? ഭാര്യക്ക് ഒരു സംശയം, ഭർത്താവിന് ഇപ്പൊ എന്നോട് സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വരികയാണോ അല്ലേ? ഭാര്യക്ക് ഒരു സംശയം, ഭർത്താവിന് എന്നോട് ഇങ്ങനെ സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടോ? ഒരു സംശയ രോഗം. അല്ലെങ്കിൽ ഭർത്താവിന് ഒരു സംശയം, ഭാര്യക്ക് ഇപ്പോ എന്നോട് പണ്ടത്തെ പോലെ ഒരു ബഹുമാനം കുറഞ്ഞു വരുന്നുണ്ടോ? ഇതൊരു ഇബ്ലീസ് ഉണ്ടാക്കുന്ന രോഗമാണ്. മക്കൾക്ക് ഒരു സംശയം. എന്താ സംശയം? മക്കൾക്ക് തോന്നാണ്, ഉപ്പാക്കും ഉമ്മാക്കും പെൺകുട്ടികളോടാണോ അധികം സ്നേഹം, ഞങ്ങൾ ആൺകുട്ടികളെ വേണ്ടേ? ആൺകുട്ടികൾക്ക് ഒരു സംശയം, ഉപ്പയും ഉമ്മായും എല്ലാ സഹായവും ചെയ്തു കൊടുത്ത് സ്നേഹിക്കുന്നത് ആൺമക്കളെ മാത്രമാണോ, ഞങ്ങളോടൊരു പരിഗണന ഇല്ലേ? അല്ലാഹ്, ഇതൊരു സംശയ രോഗമാണ് അല്ലേ? മൂത്ത മോളെ കല്യാണം കഴിച്ചയച്ച് പുതിയാപ്പിളൊക്കെ വരുമ്പോ നല്ല സന്തോഷമായിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ മോളെ കല്യാണം കഴിച്ച് ഒരു പുതിയാപ്പിളൊക്കെ വന്നപ്പോൾ മൂത്ത മോൾക്ക് ഒരു സംശയം, എന്നെ ഒരു പരിഗണന കുറഞ്ഞോ? എന്റെ പുതിയാപ്പിളയോട് ഇപ്പൊ പണ്ടത്തെ പോലെ ഒരു പരിഗണന ഇല്ലേ? ഇല്ലേ? കണ്ടോ നിങ്ങൾ? ഇതെന്താണ്? ഇതൊരു സംശയ രോഗമാണ്. നമ്മുടെ കുടുംബ വഴക്കുകൾക്ക്, നമ്മുടെ കുടുംബങ്ങൾ കുഴപ്പത്തിലാകാൻ ഉണ്ടാകുന്ന വലിയൊരു സംശയ രോഗം ഇബ്ലീസ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അല്ലേ?
എല്ലാ കാലത്തും എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകും. ജ്യേഷ്ഠനും അനുജനും അവർ തമ്മിൽ തർക്കം, അവർ തമ്മിൽ ഭിന്നിപ്പ് ഇബ്ലീസ് ഉണ്ടാക്കിയതാണ്. ഭാര്യയും ഭർത്താവും നല്ല സന്തോഷത്തിൽ കഴിയുന്ന സമയത്ത് അവർക്കിടയിൽ ഒരു ആവശ്യമില്ലാത്ത തർക്കം, ഒരു ചെറിയ പ്രയാസം കണ്ടങ്ങള് ഇബ്ലീസ് ഉണ്ടാക്കിയെടുത്തതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് ആരിലേക്ക് വരെ വരുന്നു? ഉസ്താദും ശിഷ്യന്മാർ അവർക്കിടയിൽ ഒരു തർക്കം. രണ്ടോ മൂന്നോ ആള് കൂറ് കച്ചവടം നടത്തുക. രണ്ടോ മൂന്നാള് 30 ലക്ഷം രൂപ എടുത്ത് 30 ലക്ഷം കൊണ്ട് ഒരു ബിസിനസ് ആരംഭിച്ചതാണ്. ഇപ്പോൾ ഇബ്ലീസ് മെല്ലെ ഒരു കശപിശ അവരുടെ മനസ്സിൽ കൊടുത്തു. എന്താണത്? കച്ചവട മൂന്നാള് സ്വത്ത് മുടക്കിയിട്ടുണ്ടെങ്കിലും ബിസിനസ് കൊണ്ട് നടക്കുന്നതാരാ? ബിസിനസ് മാനേജ് ചെയ്യുന്നതാരാ? ഒരാളാണ്. അയാൾ കൂടുതൽ എടുക്കുന്നുണ്ടോ? ഇപ്പൊ അടുത്ത കാലത്ത് അയാൾ കാറൊന്ന് മാറ്റിയല്ലോ. എങ്ങനെ ഇപ്പൊ കാറ് മാറ്റിയത്? അദ്ദേഹം നമ്മൾ അറിയാതെ പൈസ എടുത്തു. കണ്ടോ, നല്ല രീതിയിൽ നടക്കുന്ന കൂറ് കച്ചവടക്കാർക്കിടയിൽ ഇബ്ലീസ് ഉണ്ടാക്കി തീർക്കുന്ന ഒരു വസ്വാസ്. അതിനെ പറ്റിയാണ് ഖുർആൻ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. യുവസ്വിസു, ആ എഴുത്തുകാർ തന്നെയാണ് എന്റെ പണി. കണ്ടോ, യുവസ്വിസു, ആ എഴുത്ത് കണ്ടെങ്കിൽ അല്ലേ? ഇതെങ്ങനെ യുവസ്വിസു. ഇതേപോലെ നമ്മുടെ മനസ്സിനെ നിലവിലുള്ള അവസ്ഥയിൽ ഇങ്ങനെ മാറ്റിമറിക്കുക. ഇത് ഇബ്ലീസിന്റെ ഒരു ഏർപ്പാടാണ്. ഈ ഏർപ്പാടിൽ കുടുങ്ങി പല കുടുംബങ്ങളിലും കലഹം. ജ്യേഷ്ഠനുജന്മാർ പണക്കത്തിലാണ്, കൂറ് കച്ചവടക്കാർ തല്ലിപ്പിരിഞ്ഞു, ഭാര്യ ഭർത്താക്കൾ പ്രശ്നത്തിലാണ്. ഇപ്പൊ ഭാര്യ അവളെ വീട്ടിലും ഭർത്താവ് അവന്റെ വീട്ടിലും. എത്ര കേസുകൾ അല്ലേ? ആരാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്? അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യ മനസ്സുകൾ. ഇതിന് ഈ രോഗം നിങ്ങളെ പിടികൂടി കുടുംബത്തിലോ വീട്ടിലോ സമൂഹത്തിലോ തർക്കവിതർക്കങ്ങൾ ഉണ്ടായിട്ട് കുലുമാലില്ലാതിരിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം 11 ആയത്തുൽ കുർസിയെങ്കിലും ഓതണേ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതൊരു ഒറ്റമൂലി ചികിത്സയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് പച്ചമരുന്ന്. മഞ്ഞപ്പിത്തം ഉണ്ടായ, മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയോ? രോഗം അറിയൂലേ? അതൊരു വല്ലാത്ത രോഗമാണ്. ഗൾഫിലൊക്കെ അത് വല്ലാത്ത വിഷമുള്ള രോഗം. മെഡിക്കൽ ചെക്കപ്പിൽ മഞ്ഞപ്പിത്തം കണ്ട ഉടനെ കയറ്റി വിടും. പിന്നെ ഓനിക്ക് കാരാകാരം അങ്ങോട്ട് പോകാൻ കഴിയും. ദുബായ് ഗവൺമെന്റ് ഒക്കെ അത് വളരെ ഗൗരവത്തിൽ കാണും. അള്ളാഹു നമ്മളൊക്കെ കാക്കണം. അപ്പൊ ഈ രോഗത്തിന് ഒരു പച്ചമരുന്ന്, അത് ഒറ്റ പ്രാവശ്യം ഒരു തൈരിലോ മോരിലോ ഒക്കെ കൊടുത്തിട്ട് നമ്മളെ നാട്ടിൽ ഒരു നാട്ടുവൈദ്യനുണ്ട്. അയാൾ ഒരൊറ്റ പ്രാവശ്യം അതാണ് കുടിക്കാൻ കൊടുത്താൽ അവിടെ നിൽക്കും, അത് പിന്നുണ്ടാവില്ല. അങ്ങനെ ചില ചികിത്സകളുണ്ട്. പല വിഷയത്തിലുണ്ട് ചികിത്സ. എല്ലാറ്റിനും ഒരു ചികിത്സയല്ലല്ലോ. ചില വിഷയത്തിന് അങ്ങനെ ഉണ്ട്. ഞാൻ ഇന്നാളെ ഒരു മാർക്കറ്റിൽ ഇങ്ങനെ നിൽക്കാൻ ഞങ്ങളുടെ നാട്ടിൽ. അപ്പൊ ഒരാൾ മാർക്കറ്റിൽ നിന്ന് ഒരു ആടിനെ വാങ്ങിയിട്ട് ആടിനെ ജീപ്പിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഇങ്ങനെ കയറ്റി. അപ്പൊ ആടിനെ ജീപ്പ് കയറ്റാൻ ചെവി പിടിച്ച് വലിച്ചു കയറ്റിയിട്ട് ആട് കയറുന്നില്ല. ആട് എന്നാണ് അങ്ങോട്ട് പോകും. പിന്നെ അയാൾ പിടിക്കും, പിന്നെ അങ്ങോട്ട് പോകും. കുറെ സമയം ഇങ്ങനെ കണ്ടപ്പോൾ നോക്കി നിൽക്കുന്ന അങ്ങാടിയിൽ ഒരു ചെറുപ്പക്കാരൻ ഓടിച്ചെന്നിട്ട് ആ ആടിന്റെ ജീപ്പിന്റെ അടുത്ത് നിന്നിട്ട് ആടിനെ മുന്നോട്ട് വലിക്കുന്ന ആട് മുന്നോട്ട് പോകാത്തപ്പോ അയാൾ എന്ത് ചെയ്തു? അയാൾ ആടിന്റെ കാല് പിടിച്ചിട്ട് ബാക്കിലോട്ട് വലിച്ചു. അപ്പൊ ആട് ചാടി അങ്ങോട്ട്. ചില ഒറ്റമൂരി മരുന്നുണ്ട് ചില സമയം. കുറെ സമയത്ത് അയാൾ ചെവി പിടിച്ച് വലിച്ചിട്ട് പോകാതിരുന്ന ആട് കാല് പിടിച്ച് ബാക്കിൽ വലിച്ചപ്പോ ആട് ചാടി. ഇത് ചില ചികിത്സകൾ ഉണ്ടാകും. പല വിഷയത്തിനുണ്ട്. ചിലപ്പോൾ ഒരൊറ്റ വിഷയം മതി. ആ കുടുംബ വഴക്ക്, കൂട്ടുകാർ തമ്മിലുള്ള വഴക്ക്, കൂറ് കച്ചവടക്കാർ തമ്മിലുള്ള വഴക്ക് പലതും ഉണ്ടാക്കിയെടുക്കുന്നത് ഇബ്ലീസ് വൈദഗ്ധ്യമുള്ള ആളാണ്. ഇബ്ലീസിന്റെ മക്കൾക്കൊക്കെ ദിവസം ഡ്യൂട്ടി കൊടുക്കും. ആ ഡ്യൂട്ടി കൊടുത്തിട്ട് അവരൊക്കെ പോയി. ഇബ്ലീസിന്റെ 3 മക്കൾ അങ്ങോട്ട് പോയി, 4 ആൾ ഇതിലെ അങ്ങോട്ട് പോയി. അങ്ങനെ പല വഴിക്കും പോയി. വൈകുന്നേരം പകൽ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ഇബ്ലീസ് ചോദിക്കുക, നീ എന്താ ചെയ്തത്? ഞാൻ ഒരാളെ കള്ളു കുടിപ്പിച്ചു. അതൊക്കെ ഇവിടെ സാധാരണ നടക്കുന്നതല്ലേ. നീ എന്താ ചെയ്തത്? ഞാൻ ഒരാളെ കൊണ്ട് പലിശ വാങ്ങിപ്പിച്ചു. ഉണ്ടാണ്ട് അതൊക്കെ ഇവിടെ നടന്നു കഴിഞ്ഞ കാര്യം. നീ എന്താ ചെയ്തത്? അങ്ങനെ ഓരോരുത്തരും പറയുമ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ അവിടെ ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിൽ കഴിയാ, അവരെ 2 പേരെയും ഭിന്നിപ്പിച്ച് 2ആക്കി നിർത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ അവിടെ അടി നടക്കും, നാളെ അവിടെ കുഴപ്പം നടക്കും. അപ്പൊ ഇബ്ലീസ് പറയും, ഓനിക്കൊരു കസേര ഇട്ട് കൊടുക്കുക.
ഓനിക്കൊരു ചെയറൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഓനിക്കാണ് ബഹുമാനം. 3 കൂറ് കച്ചവടക്കാർ അവര് നല്ല മട്ടത്തിൽ കച്ചവടം നടത്തി പോവാണ്. അവർക്കിടയിൽ ഞാൻ കുഴപ്പമുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കച്ചവടക്കാര് പരസ്പരം വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ട് അടിപിടിയുടെ വക്കത്തെത്തി നിർത്തിയിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് അടി നടക്കും. അപ്പൊ അയാൾക്ക് മറ്റേ കസേര, നീ ഇവിടെ ഇരിക്കും. ഇങ്ങനെയാണ് പണി. ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നത് അത് ഭാര്യയും ഭർത്താവുമാവാം, ഉമ്മയും ബാപ്പയും മക്കളുമാകാം, അത് ജ്യേഷ്ഠനും അനുജനുമാവാം. ആരുമായിട്ടും മാനസികമായി സന്തോഷത്തിൽ പോകുമ്പോൾ അവരെ പിടിച്ച് കുഴപ്പമുണ്ടാക്കിക്കുന്ന ഏർപ്പാട് ഇബ്ലീസിന് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇതിനെ നമ്മളൊക്കെ ഓർക്കണം. കമ്മിറ്റിയിൽ അടി, അതിന് ഇബ്ലീസ് ചിലപ്പോൾ ആരെയും അതിന് വശംബദ്ധരാക്കും. അതിന് സംസ്ഥാനം എന്നുള്ള കണക്കൊന്നുമില്ല. ആരിലേക്കും ഇബ്ലീസ് കയറി ചെല്ലും, ഏത് സ്ഥലത്തേക്കും ചെല്ലും. അല്ലാഹു റബ്ബി നമ്മൾ ഓർക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഇബ്ലീസിന്റെ ഈ ചതിയിൽ ഭാര്യ കുടുങ്ങിപ്പോവരുത്, ഭർത്താവ് കുടുങ്ങിപ്പോവരുത്, മക്കൾ കുടുങ്ങിപ്പോവരുത്. മാതാപിതാക്കൾക്ക് മക്കളോട്, മക്കൾക്ക് മാതാപിതാക്കളോട്, ഭാര്യക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോട്, എല്ലാവരോടും ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കണം, സ്നേഹിക്കേണ്ടതിനെ സ്നേഹിക്കണം. ഇതൊക്കെ ഇബ്ലീസ് ഉണ്ടാക്കിയെടുക്കുന്ന വസ്വാസ് ഇതിനിടക്കുണ്ടാകും. ഇതിൽ നിങ്ങൾ അകപ്പെട്ട് അസ്തമിക്കാതിരിക്കാൻ, കുടുങ്ങിപ്പോകാതിരിക്കാൻ ദിവസവും ഒറ്റമൂലി മരുന്ന് എന്ന രീതിയിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അള്ളാഹുവിന്റെ പേര് 18 പ്രാവശ്യം ആവർത്തിക്കുന്നതോടൊപ്പം അല്ലാഹ് എന്ന പേര് കൊണ്ട് തുടങ്ങി അൽ അളീം എന്ന പേര് കൊണ്ട് അവസാനിക്കുന്ന ആയത്തുൽ കുർസിയില്ലേ, അത് ദിവസവും നിങ്ങൾ ചുരുങ്ങിയത് 11 പ്രാവശ്യമെങ്കിലും ഓതണേ. മുഹമ്മദുർ റസൂലുള്ളാഹ്. എപ്പോഴാണ് 11 പ്രാവശ്യം? 1 5 നേരത്തെ വാങ്ക് വിളിക്കും പള്ളിയിൽ. വാങ്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആ ബാങ്ക് അവസാനിക്കുമ്പോൾ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ, ആ ദുആഇന്റെ കൂടെ ഒരായത്തുൽ കുർസി കൂടി ഓതുക. അപ്പോൾ 5 ആയി അല്ലേ? അൽഹംദുലില്ലാഹ്. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഫർള് നിസ്കാരമുണ്ട്. ആ ഫർള് നിസ്കാരം 5 നേരം നിർവഹിക്കുമ്പോൾ 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം സാധിക്കുമെങ്കിൽ നിസ്കരിക്കുന്ന അതേപോലെ അത്തഹിയ്യാത്തിൽ ഖിബലക്ക് മുന്നിട്ട് ഇരുന്നുകൊണ്ട് അതേ ഇരുത്തത്തിൽ തന്നെ ആ നിസ്കരിച്ച മുസല്ലയിൽ തന്നെ ഇരുന്നുകൊണ്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം 5 പ്രാവശ്യം 5 നിസ്കാരത്തിന് ശേഷം. ഇപ്പൊ എത്രയായി? 5ഉം 5ഉം 10. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം 11. ഏറ്റവും ചുരുങ്ങിയത് ആയത്തുൽ കുർസി 11 പ്രാവശ്യം ഓതുന്ന പതിവുണ്ടോ? അവരെ തമ്മിൽ തെറ്റിക്കുന്നതിന് അല്ലാഹു റബ്ബി ഇബ്ലീസിന് അവിടെ കയറി ചെല്ലാൻ പറ്റാത്ത വിധം ഇബ്ലീസിന് വിഷമായി നിൽക്കുകയാണ് ആയത്തുൽ കുർസി. ഇബ്ലീസിനെ കണ്ട വെടിവെക്കണ തോക്കാണ് ആയത്തുൽ കുർസി. ഇബ്ലീസിനെ കണ്ട വെടിവെക്കണ തോക്കാണ് ഏത്? ആയത്തുൽ കുർസി. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ദിക്റുകളിലും ഖുർആൻ ആയത്തുകളിലും ചില പ്രത്യേക പദവികൾ നൽകി ആദരിക്കപ്പെട്ടതുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിക്റാണ് തസ്ബീഹ്, തക്ബീർ, തഹ്മീദ്, തഹ്ലീൽ. ഇതൊക്കെ ചേർന്ന് നിൽക്കുന്ന സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്ന് ദിക്റിന്റെ സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. അല്ലാഹുവിനോട് ആദം നബി ചോദിക്കുന്നു, അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നിന്ന് ഞാൻ അറിയാത്ത ഒരു ശബ്ദം വരുന്നുണ്ടല്ലോ, അതെന്താണാവോ? ഓ ആദമേ, നിങ്ങളെ ശരീരത്തിൽ അവസാന കാലത്ത് അവസാനത്തെ പ്രവാചകനായി വരുന്ന ലോകം സൃഷ്ടിക്കാൻ കാരണക്കാരായ മുഹമ്മദ് നബിയുടെ പ്രകാശം ഇപ്പോൾ നിങ്ങളെ ശരീരത്തിലാണുള്ളത്. അതാണ് ആ തസ്ബീഹ് ചൊല്ലുന്നത്. അല്ലാഹുവിനോട് ആദം നബി അലൈഹിസ്സലാം ചോദിച്ചു, റബ്ബേ, എനിക്ക് ആ പ്രകാശം ഒന്ന് കാണണമല്ലോ. ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല വീണ്ടും പറഞ്ഞു, വീണ്ടും പറഞ്ഞു, വീണ്ടും പറഞ്ഞു, വീണ്ടും പറഞ്ഞു. ആദം നബി അലൈഹിസ്സലാമിന്റെ നിരന്തരമുള്ള ആവശ്യം പരിഗണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം ആദം നബി അലൈഹിസ്സലാമിന്റെ 2 വിരൽ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ആ 2 വിരലിലേക്ക് ആ പ്രകാശം വെച്ചു കൊടുത്തു.
ആദം നബി അലൈഹിസ്സലാം കൺകുളിർക്കെ ആ പ്രകാശം കണ്ട് ആസ്വദിച്ചു. ആദം നബി അലൈഹിസ്സലാം അവിടുത്തെ രണ്ട് വിരലിൽ ആ പ്രകാശം ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ ആദം നബി അലൈഹിസ്സലാം സന്തോഷത്തോടെ കൺകുളിർക്കെ കണ്ടു. ആ കണ്ട് ആനന്ദിച്ച് സന്തോഷിച്ചതിന്റെ സ്മരണ അത് ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഅ്മിനീങ്ങളിൽ നിലനിർത്തുന്നതിന്റെ ഭാഗമാണ്. നമ്മുടെ ബാങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അതാണ് പറയുമ്പോൾ ആലിമീങ്ങളൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ? രണ്ട് വിരൽ ഇങ്ങനെ പിടിച്ചിട്ട് രണ്ട് കണ്ണിങ്ങനെ, അതാ സ്മരണ. മനസ്സിലായില്ലേ? അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് അത് ചൊല്ലുമ്പോൾ ഈ രണ്ട് വിരൽ ഇങ്ങനെ പിടിച്ചിട്ട് ആ ദിക്ർ ഇങ്ങനെ ചൊല്ലിയിട്ട് രണ്ട് കണ്ണും ഇങ്ങനെ തടകിക്കൊണ്ടിരിക്കും ഓരോ ബാങ്കിന്റെ സമയത്തും. അതിനുള്ള ഒരു ശുക്ർ മക്കളെ പരമ്പരയിൽ നിലനിൽക്കുക. ആദം നബി അലൈഹിസ്സലാമിന്റെ ആ വിരലിൽ പ്രകാശം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിന് സാക്ഷി നിന്ന ആളാണ്, കണ്ടോ, ആ തസ്ബീഹിന് സാക്ഷി നിന്ന ആളാണ് മുസബ്ബഹ വിരൽ. കണ്ടോ നിങ്ങൾ അല്ലേ? ആ വിരലിനെയാണ് നമ്മൾ എന്താക്കുന്നത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ പ്രകാശത്തിന് സാക്ഷി നിന്ന ആളാണ്. അതാണ് നമ്മളിപ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ പേരങ്ങ് പറയുമ്പോഴേക്ക് ആ വിരൽ കണ്ടോ, ഓരോന്നിനും ചില ചരിത്രങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അതിന്റെ വിശദീകരണത്തേക്ക് കടക്കല്ല. സാധാരണക്കാരായ നമുക്ക് ഈമാൻ വർദ്ധിക്കുന്നതിന് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇരിക്കട്ടെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആ ദിക്ർ പിന്നീട് ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുണ്ട്. ഒരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തിനെയൊക്കെ അല്ലാഹു തആല പടച്ച ശേഷം മലക്കുകളെ അല്ലാഹു തആല സൃഷ്ടിച്ചു. ആ മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് ചില പ്രത്യേക ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അർശിനെ ചുമക്കുന്ന മലക്കുകൾ. അങ്ങനെ ഏതെല്ലാം ഡ്യൂട്ടിയിലാണ് മലക്കുകളെ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്? മലക്കുകൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി നിർവഹിക്കാൻ അവര് തയ്യാറാണ്. പക്ഷേ മലക്കുകൾക്കൊക്കെ ചില പ്രയാസം അനുഭവപ്പെട്ടപ്പോൾ മലക്കുകൾ അല്ലാഹുവിനോട് പരാതിപ്പെട്ടു, റബ്ബേ, നീ ഏൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ സന്നദ്ധരാണ്, പക്ഷേ ഞങ്ങൾക്ക് അതിന് കഴിയുന്നില്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ അല്ലാഹുവിനോട് പരാതിപ്പെട്ടു, റബ്ബേ, നീ ഏൽപ്പിക്കുന്ന കാര്യം അതേപോലെ ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്, പക്ഷേ ഞങ്ങൾക്കതിന് സാധിക്കുന്നില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞു, നിങ്ങൾക്ക് നിഷ്പ്രയാസം അത് ചെയ്യാൻ സാധിക്കാൻ നിങ്ങൾ ഒരു തസ്ബീഹ് പതിവാക്കണം. അല്ലാഹു മലക്കുകൾക്ക് കൊടുത്തു സുബ്ഹാനല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ മലായികത്ത് മുഴുവനും സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹോട് കൂടെ അവരുടെ ഡ്യൂട്ടി അങ്ങ് ഏറ്റെടുത്തപ്പോൾ എല്ലാ മലക്കുകൾക്കും നിഷ്പ്രയാസം അതൊക്കെ ചെയ്തു തീർക്കാൻ സാധിച്ചപ്പോൾ മലക്കുകൾ അല്ലാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ്. അങ്ങനെയാണ് മലക്കുകൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്. അത് വാനലോകത്തെ മലക്കുകൾ അത് വല്ലാത്ത പതിവായി വന്നു. അല്ലാഹു പഠിപ്പിച്ച സുബ്ഹാനല്ലാഹ് മലക്കുകൾ ശുക്റിന്റെ വാചകമായി പറഞ്ഞ അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ്. കാലങ്ങൾ ഏറെ പിന്നിട്ടു. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എത്ര കാലമാണ് പ്രവർത്തിച്ചത്. വഅശയദഉ ഇലാ ആയാത്തിൻ മുബയ്യിനതി ഫീ ഖൗമിഹി അൽഫാ മിൻ ഗൈറ 50. നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടും ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിന് സമാധാനം കിട്ടാതെ വിഷമിച്ചപ്പോൾ നൂഹ് നബി ദുഃഖിതനായി പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് സയ്യിദുനാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിച്ചു, ഓ നൂഹ് നബിയേ, എന്താണാവോ മനസ്സിനൊരു ക്ഷീണം? ആ സമയത്ത് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ എന്റെ മനസ്സുകൊണ്ട് വിഷമിക്കുന്നത്, എത്ര കാലം ഈ ജനങ്ങളെ ക്ഷണിച്ചു, അവരിലേക്ക് അതൊന്നും ഫലപ്പെടുന്നില്ലല്ലോ, ഞാൻ അതുകൊണ്ട് വിഷമിക്കുകയാണ്.
ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾക്ക് ഇങ്ങനെ പ്രയാസമുണ്ടായപ്പോൾ ഞങ്ങൾ അള്ളാഹുവിനോട് പരാതിപ്പെട്ടു. അപ്പൊ അള്ളാഹു ഞങ്ങൾക്ക് സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ തന്നു. ഞങ്ങൾ അതിലേക്ക് ശുക്റായിട്ട് അൽഹംദുലില്ലാഹ് ചേർത്തു. ഇപ്പൊ ഞങ്ങൾ എപ്പോഴും സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് അതാണ് കേട്ടപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞുപോയി, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എന്നാ പിന്നെ നമുക്ക് അതുകൂടി ചേർത്തുകൊണ്ട് പറയാം. മലക്കുകളും നൂഹ് നബി അലൈഹിസ്സലാമും ഒരുമിച്ച് ചൊല്ലി, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ്. നൂറ്റാണ്ടുകൾ പിന്നിട്ടു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടമായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടമായപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരുപാട് പരീക്ഷണങ്ങൾ അവസാനം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ അടക്കം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അകപ്പെട്ട പരീക്ഷണങ്ങളെ തീച്ചൂളയിൽ കടന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രയാസപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്പം മാനസിക ക്ഷീണത്തിലിരിക്കുമ്പോ സയ്യിദുനാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, ഓ ഇബ്രാഹിം നബിയെ, നിങ്ങൾക്ക് എന്താണ് ഒരു വിഷമം പോലെ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ജിബ്രീലേ, ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും? ഇതല്ലേ ജനങ്ങളെ അവസ്ഥ. ഇവരൊക്കെ ഒരു ഷഹാദത്ത് കലിമ ചൊല്ലി കാണണ്ടേ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, വിഷമിക്കണ്ട, ഞങ്ങൾക്ക് പ്രയാസമുണ്ടായപ്പോൾ അല്ലാഹു തആല സുബ്ഹാനല്ലാഹ് തന്നു. ഞങ്ങൾ അതിലേക്ക് അൽഹംദുലില്ലാഹ് ചേർത്തു. നൂഹ് നബി അലൈഹിസ്സലാമിനോട് കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്നു. അങ്ങനെയാണ് ഞങ്ങളെ മനസ്സിന് സമാധാനമായത്. അതങ്ങ് കേട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു അക്ബർ പറഞ്ഞുപോയി. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നമുക്കത് ചേർത്തുകൊണ്ട് പറയാം, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിം മിനൽ ദുലമി. കഅബ ശരീഫ് നിൽക്കുന്ന പള്ളിയാണ് മസ്ജിദുൽ ഹറാം. അവിടെ ഉമ്മഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വിശ്രമിക്കുന്ന മുഹമ്മദ് മുസ്തഫ തങ്ങളെ അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എടുത്തു, സംസമിന്റെ അവിടെ കൊണ്ടുവന്നു. അല്ലാഹു റബ്ബി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ ഒന്ന് കുളിപ്പിച്ചു. ആ കുളിപ്പിക്കലിൽ അവിടുത്തെ കരളൊന്ന് കഴുകി. അല്ലാഹു തആല പരിശുദ്ധമാക്കിയതിനെ ഒന്നുകൂടി പരിശുദ്ധി വർദ്ധിപ്പിച്ചു. ചിലരൊക്കെ അവിടെ ഇങ്ങനെ ഭാഷ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ പോകും. മാലിന്യങ്ങളൊക്കെ വൃത്തിയാക്കി എന്നൊക്കെ പ്രയോഗിക്കുന്നത് അദബുകളാണ്. അതല്ല അതിന്റെ ശരി. പരിശുദ്ധമായതിനെ ഒന്നുകൂടി സംശുദ്ധീകരിച്ചു. അല്ലേ? പരിശുദ്ധം സംശുദ്ധം, അതാണ് സ്ഫടിക സ്ഫുട സമാനം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നതില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംസം വെള്ളത്തിൽ ഒന്നുകൂടി ശുദ്ധീകരിച്ചു, പരിശുദ്ധിയാക്കി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന വാഹനത്തിൽ കയറ്റി ആ വാഹനം രണ്ട് കാലിങ്ങനെ അങ്ങ് എടുത്തു വെച്ചപ്പോൾ മദീനയിലെത്തി. അവിടെ നിന്ന് ഒരു കാലിങ്ങനെ പൊക്കിയിട്ട് അങ്ങോട്ട് പോയപ്പോൾ തൂർ സീനാ പർവ്വതത്തിലെത്തി. അവിടെ നിന്ന് ഒന്ന് കാലിങ്ങനെ എത്തിയപ്പോൾ ബദ്രഹാമിലെത്തി. അഥവാ റസൂലുള്ളാഹിക്ക് താമസിക്കാനുള്ള മദീന, മൂസാ നബിക്ക് തൗറാത്ത് കൊടുത്ത തൂർ സീന, ഈസാ നബി അലൈഹി സ്വലാമിന് ഉയർത്തപ്പെട്ട ബദ്രഹാം. അവിടെ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലെത്തി. അമ്പിയാക്കളെല്ലാം കാത്തു നിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാമും റസൂലുള്ളാഹി തങ്ങളും അങ്ങോട്ട് കയറി ചെന്നു. അമ്പിയാക്കൾക്ക് ഖാസ്സായി അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന നിസ്കാരം ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് നിർവഹിച്ചു. അറജൻ നബിയു ഇലസ് സമാ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാനലോകത്തേക്ക് ഉയരുകയാണ്. ആ വാനലോകത്തേക്ക് അങ്ങോട്ട് ഉയരുമ്പോൾ ആകാശ ലോകങ്ങളൊക്കെ അലങ്കരിച്ച് മലായികത്തൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് ഒന്നാം ആകാശം, രണ്ടാം ആകാശം, മൂന്നാം ആകാശം, ആകാശത്തിന്റെ തട്ടുകൾ ഇങ്ങനെ കേറി 7 ആകാശം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറ്റൊരു പേരാണ് നാമൂസ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഫലമ്മാന അന്നാമൂസു വൽഖൽബു ഫീ സഖഫ് അതാഹു നിദായാ സയ്യിദർ റസൂലി ലാ തഖഫ് അനല്ലാഹു മിന്നി ബിത്തഹിയ്യാതി തുബ്ദഊ. 7 ആകാശം കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ഇനി അങ്ങോട്ട് പോരാൻ എനിക്ക് അവകാശമില്ല. എന്നെ പ്രവേശനമുള്ള എനിക്ക് അനുവാദം കിട്ടിയ സ്ഥലം കഴിഞ്ഞുപോയി. ഇനി തങ്ങൾക്ക് പോകാം നബിയേ. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹയാത്തിൽ അവിടുത്തെ മദീന കാണാൻ ഭാഗ്യം തരണേ അല്ലാഹ്, തൗഫീഖ് തരണേ അല്ലാഹ്. ആഖിറത്തിൽ അവിടുത്തെ കൈകൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. ആ പ്രകാശിക്കുന്ന മുഖം ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാഹ്. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ, ഖദീജ ബീബി റളിയല്ലാഹു അൻഹ, അവരൊക്കെ ഒന്ന് കൈപിടിച്ച് സലാം പറയാൻ ഞങ്ങളെ ഉമ്മമാർക്ക്, പെങ്ങന്മാർക്ക്, ഭാര്യമാർക്ക്, പെൺമക്കൾക്ക്, ഈ റാത്തീബ് മജ്ലിസിൽ വന്നിരിക്കുന്ന സഹോദരിമാർക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ 7 ആകാശം അവിടെ നിന്ന് അങ്ങോട്ട് ബൈത്തുൽ മഅമൂർ, സിദ്റത്തുൽ മുന്തഹ, അല്ലാഹു വേണ്ടുക വെച്ചിരിക്കുന്ന ആ സ്ഥലങ്ങളിലേക്കൊക്കെ അങ്ങോട്ട് കയറുമ്പോൾ അത്താഹുന്നിദാ യാ സയ്യിദർ റസൂലി ലാ തഖഫ്, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളി വന്നു. അമ്പിയാക്കൾക്ക് നേതാവായിട്ടുള്ള നബിയെ, വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട, നിങ്ങൾ അല്ലാഹുവിന്റെ ഹളറത്തിൽ എത്തിക്കഴിഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനോട് സംസാരം തുടങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ തുടങ്ങിയതാണ് അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. ആ സംസാരമൊക്കെ കഴിഞ്ഞ് ഹബീബുൻ വ മഹബൂബുൻ വമാ സമ്മ സാലിസു, അല്ലാഹുവിന്റെ റസൂൽ മാത്രം. പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ കാണുകയാണ്. ആ കാണുമ്പോൾ ആ കാഴ്ചയിൽ ഇങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ ഒരു വല്ലാത്ത പളപളപ്പ്, ഒരു വല്ലാത്ത ആരവം, ഒരു വല്ലാത്ത സന്തോഷം. യാ റബ്ബ്, പടച്ചവനെ, ഈ കാസർകോട്ടുകാർ ഇപ്പൊ നമ്മൾ ഈ പള്ളിന്റെ മുകളിലുള്ള കുബ്ബ ഇങ്ങനെ പ്രകാശിച്ച് കാണുന്നില്ലേ അല്ലേ? ആ, നിങ്ങളിങ്ങനെ ഉറൂസ് എവിടെ നടത്തിയാലും നിങ്ങളോട് ലൈറ്റിന് മത്സരിച്ചിട്ട് കാര്യമില്ല. അല്ലാ, താജുൽ ഉലമ ഉപ്പാപ്പയുടെ ഉറൂസിന് ഇവിടെ കാസർഗോഡ്, ഇവിടെ നമ്മൾ ഈ മംഗലാപുരം, ഉള്ളാളത്ത്, ഇവിടെ നിന്ന് നിങ്ങൾ വന്നിട്ട് അങ്ങോട്ട് ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നതോടുകൂടെ യാ റബ്ബ്, താജുൽ ഉലമയോട് യോജിച്ച മട്ടത്തിലാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വല്ലാത്ത പ്രകാശം. അപ്പൊ അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രായമുള്ള ആളിങ്ങനെ ഇരിക്കുന്നത് റസൂലുള്ളാഹി ദൂരെ നിന്ന് ഇങ്ങനെ കണ്ടു. ആ ഇരിക്കുന്ന ആളുടെ മുഖത്തിന്റെ ഒരു പ്രകാശം നബി തങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ മൂപ്പർ ഇരിക്കുന്നത് ഒരു സ്വർണത്തിന്റെ കസേരയിലാണ്. സ്വർണം പൂശിയതല്ല, സ്വർണത്തിന്റെ കസേരയിലാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നിച്ചിട്ട് അടുത്തേക്ക് അങ്ങോട്ട് എത്തിയപ്പോൾ ആ ഇരിക്കുന്ന പ്രായമുള്ള ആളാരാ? അത് ഖലീലുല്ലാഹി നബി ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് ഇരിക്കുന്നത്. അല്ലാഹു റബ്ബി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മർഹബൻ ബിൽ ഇബ്നി സ്വാലിഹ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മർഹബ ചൊല്ലി. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമും റസൂലുള്ളാഹിയും ജിബ്രീൽ അലൈഹിസ്സലാമും ഇബ്രാഹിം നബിയും ചേർന്നുകൊണ്ട് സ്വർഗത്തിന്റെ വാതിലങ്ങ് തുറന്നു. സ്വർഗത്തിന്റെ വാതിലങ്ങ് തുറന്നു. റസൂലുള്ള സ്വർഗത്തിലേക്ക് അങ്ങോട്ട് കടന്നു. പട 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 സ്വർഗത്തിലേക്ക് അങ്ങനെ കേറിപ്പോയി സ്വർഗമെല്ലാം ചുറ്റിക്കറങ്ങി. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഗേറ്റിൽ തന്നെ കാത്തിരിപ്പുണ്ട്. ആ കാത്തിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം മോനകാന്ന റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് ചെറിയ ഒരു സമ്മാനം കൊടുത്തു.
ചെറിയ ഒരു സമ്മാനം കൊടുത്തു. മോനെ, നീ നാട്ടിലേക്ക് തിരിച്ചു പോകല്ലേ. നാട്ടിൽ ചെന്നുകൊണ്ട് ഉമ്മത്തികളെ കണ്ടുമുട്ടുമ്പോൾ അവർക്ക് ഈ സ്വർഗത്തിലേക്ക് വരാനുള്ള തൗഫീഖിന് വേണ്ടി ഞാനൊരു സമ്മാനം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുത്തുനബിയുടെ കയ്യിൽ ഏൽപ്പിച്ചു ഒരു സമ്മാനം. ആ സമ്മാനം ഏതായിരുന്നുവെന്ന് കിതാബ് രേഖപ്പെടുത്തുന്നു. സുബ്ഹാനല്ലാഹ്, ഒന്ന് ചൊല്ലി. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. വഫീ റിവായത്തിൻ എങ്ങനെ കൂടിയുണ്ട്, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുത്തുനബിയുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന സമ്മാനം, ആ സമ്മാനം ഭൂമിയിൽ വന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ നോക്കുമ്പോൾ എന്താണത്? ആ സമ്മാനം ഉപ്പാപ്പ ഇബ്രാഹിം നബി ഏൽപ്പിച്ചതാണ്. മോനെ, ഭൂമിയിൽ പോയിട്ട് ഉമ്മത്തികളെ കണ്ടുമുട്ടിയിട്ട് അവർക്കൊരു സന്തോഷത്തിന് വേണ്ടി ഇത് കൊടുത്തോ. ആരെങ്കിലും അത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ കാനത്ത് ലഹു വർസം ഫിൽ ജന്ന. സ്വദഖ റസൂലുള്ളാഹി. സ്വർഗത്തിൽ നമുക്ക് അല്ലാഹു ഒരു കൊട്ടാരം തെരുമാറാവട്ടെ. പടച്ചോനെ, സ്വർഗത്തിൽ നമ്മൾ ചെറിയ 3 സെന്റ് ചോദിക്കാൻ നിൽക്കണ്ട. അതല്ലേ ഇവിടുത്തെ കച്ചവടമാണ്. 3 സെന്റ് 2 സെന്റ് 1 സെന്റ് ഒക്കെ അത് ഇവിടുത്തെ കച്ചവടം അല്ലേ? സ്വർഗത്തിൽ എന്താ, ഒരാള് ഒരു തെങ്ങ് മദ്രസക്ക് സംഭാവന ഉണ്ട്. അപ്പൊ വയന്ന് പറയുന്ന ഉസ്താദ് പറഞ്ഞു, പടച്ചോനെ ഇയാൾക്ക് ജന്നാത്തുൽ ഫിർദൗസ് കൊടുക്കണേ. അപ്പൊ അയാൾ പറഞ്ഞു, ഉസ്താദെ അതൊന്നും ഇല്ലെങ്കിലും ആ കോണിക്കൂട്ടിൽ ഒരു സ്ഥലം കിട്ടിയാലും മതി സ്വർഗത്തില്. അങ്ങനെ സ്വർഗത്തിൽ നമ്മൾ കാല് നീട്ടാനും വയ്യ, എഴുന്നേറ്റ് നിൽക്കാനും വയ്യ. അങ്ങനത്തെ ചെറിയ സ്ഥലം ചോദിക്കാനല്ല മുത്ത് റസൂലുള്ളാഹി തങ്ങൾ ഈ ഉമ്മത്തിനോട് പറഞ്ഞു, സലുല്ലാഹൽ ഫിർദൗസ് സദഖ റസൂലുള്ളാഹി. സലുല്ലാഹൽ ഫിർദൗസ് സദഖ റസൂലുള്ളാഹി. സലുല്ലാഹൽ ഫിർദൗസ്. നിങ്ങൾ അല്ലാഹുവിനോട് ഫിർദൗസ് എന്ന സ്വർഗ്ഗം ചോദിക്കണം. അതേതാ ഫിർദൗസ്? ഫീ ജന്നത്തിൻ ആലിയ. ഫീ ജന്നത്തിൻ ആലിയ. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ജുമുഅയിൽ ഓതേണ്ട പ്രത്യേക സുന്നത്തുള്ള സൂറത്തിൽ ഫീ ജന്നത്തിൻ ആലിയ, മേലെയായ സ്വർഗ്ഗം, ഉന്നത പദവിയുള്ള സ്വർഗ്ഗം. ഈ ഉമ്മത്തിനോട് ചോദിക്കാൻ പറഞ്ഞതാണ്. സഹോദരിമാരൊക്കെ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ജന്നത്തുൽ ഫിർദൗസ്. അല്ലാഹുവേ, എനിക്ക് നീ സുഖലോക സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസ് തരണേ അല്ലാഹ്. നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. ചോദിക്കാത്തവരെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ല, ചോദിക്കുന്നവരെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. നമ്മൾ നേരെ എതിരാ. ചോദിക്കൽ നമുക്കൊരു ദേഷ്യം. അതിനെ ഒരുക്കങ്ങളോട് ഒരു പിരിവ് ചോദിച്ചാൽ കിട്ടിയെന്ന് വരും. പിന്നെയും ചോദിച്ചാലോ അയാൾക്കിപ്പോ അത് ശീലായി, എന്നും പിരിവൻ അല്ലേ? നമുക്ക് ചോദിച്ചാൽ ദേഷ്യം. അല്ലാഹു റബ്ബി അല്ലാഹു തആല മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് റഹ്മാൻ. ചോദിക്കുന്നത് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് അല്ലാഹു തആല. അപ്പൊ നമ്മൾ ചിന്തിക്കണം. അവിടെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗമൊക്കെ അങ്ങനെ കണ്ടിട്ട് സന്തോഷിച്ച്, എത്രയാണ് ആ സന്തോഷം! ആ സ്വർഗ്ഗത്തിൽ റസൂലുള്ളാഹി തങ്ങൾ കണ്ടപ്പോൾ സിദ്ദീഖ് തങ്ങളെ വീട് കണ്ടു, ഉമർ ഖത്താബ് തങ്ങളെ വീട് കണ്ടു, അലിയാർ തങ്ങളെ വീട് കണ്ടു, ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റവാഹ തങ്ങൾ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ പുതിയാപ്പള ചെരുപ്പിട്ടിട്ട് കിരികിരി ചെരുപ്പും എന്ന് പറഞ്ഞല്ല, വല്ലാത്തൊരു അതൊക്കെ കണ്ട് ആസ്വദിച്ച് ആനന്ദിച്ച് സ്വർഗ്ഗത്തിനെ കണ്ട് പുറത്തേക്ക് കാഴ്ച കണ്ടിങ്ങോട്ട് പുറത്തേക്ക് വരുമ്പോൾ ഉപ്പാപ്പ ഇബ്രാഹിമുൽ ഖലീൽ ബഹുമാനപ്പെട്ടവർ കാത്തു നിന്നുകൊണ്ട് മോന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. മോനെ, ഭൂമിയിൽ പോകുമ്പോ ഉമ്മത്തികൾക്ക് ഈ ഒരു സമ്മാനം കൊടുക്കണേ എന്ന് ഏൽപ്പിച്ചിരിക്കുന്ന തസ്ബീഹ് ഏതാണെന്നറിയോ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. നമ്മുടെ ഹൃദയം അല്ലാഹുവിലേക്ക് അടുക്കണം, നമ്മുടെ മനസ്സ് ദിക്റിലേക്ക് അടുക്കണം, നമ്മുടെ മനസ്സ് ഇബ്ലീസിന്റെ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഖദ് അഫ്ലഹ മൻ സക്കാഹാ. ഹൃദയത്തെ ആരാണോ നന്നാക്കി സൂക്ഷിച്ച് ഹൃദയത്തിന്റെ മാലിന്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി അല്ലാഹ് സല്ലല്ലാഹ് ഖുൽ ഹുവല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ആരാണോ
അവന്റെ കൽബിനെ ദിക്ർ കൊണ്ട് ശുദ്ധീകരിച്ചത്, അവന്റെ ഹൃദയത്തെ മാലിന്യമുക്തമാക്കിയത് ആരാ? ഖദ് അഫ്ലഹ മൻ സക്കാഹാ. ഹൃദയത്തെ ശുദ്ധീകരിച്ച് നിർത്തിയവരാരോ അവരാണ് വിജയിച്ചത്, അവരാണ് അല്ലാഹു ഇഷ്ടപ്പെട്ടത്, അവരാണ് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പ്രവേശനമുള്ളത്. വഖദ് ഖാബ മൻ ദസ്സാഹാ. നമ്മുടെ ഹൃദയത്തെ പല മാലിന്യങ്ങളെ കൊണ്ട് ഗീബത്ത് പറഞ്ഞു, നമീമത്ത് പറഞ്ഞു, മറ്റുള്ളവരോട് ദേഷ്യമായി, അസൂയയായി, അങ്ങനെ പല വിദ്വേഷമായി, വാശിയായി, പിടിവാശിയായി, ദുർവാശിയായി, അങ്ങനെ പിണക്കമായി. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മനസ്സുകൊണ്ട് സുഖമില്ല, മാതാപിതാക്കളും മക്കളും തമ്മിൽ സുഖമില്ല, കൂറുകച്ചവടക്കാർ തമ്മിലില്ല, അള്ളാഹ് ഉസ്താദി ശിഷ്യ ബന്ധത്തിലില്ല, അള്ളാഹ് അയൽവാസികൾ തമ്മിൽ കുഴപ്പമാണ്. അങ്ങനെ മനസ്സിനെ ആരാണോ മലിനമാക്കിയത്, മനസ്സിനെ ആരാണോ മലിനപ്പെടുത്തിയത്, അവര് പരാജയപ്പെട്ടു. വശംസി വദുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ വസ്സമാഇ വമാ ബനാഹാ വൽഅർളി വമാ തുഹാഹാ വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. അല്ലാഹുവിന്റെ വലിയ വലിയ സൃഷ്ടികൾ, ആകാശത്തെ പിടിച്ചുകൊണ്ട്, ഭൂമിയെ പിടിച്ചുകൊണ്ട്, അല്ലാഹ് സൂര്യനെ, അല്ലാഹ് ചന്ദ്രനെ, അല്ലാഹ് പകലിനെ, അല്ലാഹ് രാത്രിയെ, അല്ലാഹ് മനുഷ്യന്റെ എല്ലാറ്റിനെയും അല്ലാഹു തആല സത്യം ചെയ്തുകൊണ്ട് നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. രക്ഷപ്പെടണോ, ഹൃദയം നന്നായിക്കോ. രക്ഷപ്പെടണോ, മനസ്സിൽ ഈമാൻ നിറച്ചുകൊണ്ട്, നാവിൽ അല്ലാഹ് അല്ലാഹ്. അത് എപ്പോഴാണ്, എങ്ങനെയാണ്? ഇരുന്നിങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്നാ മതിയോ? നമുക്ക് ജോലി ചെയ്യണ്ടേ? എല്ലാ ജോലിയും ചെയ്യാം. ഭൂമിയിൽ നമുക്ക് നല്ലൊരു വീടുണ്ടാകണം, അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സിനാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം ഉണ്ടാകണം, അല്ലാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് യാത്ര ചെയ്യാൻ വാഹനം വേണം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആലാക്ക് അതൊക്കെ സന്തോഷമാണ്. ഒരാൾക്ക് വീടുണ്ടാകുന്നത് അല്ലാഹ്ക്ക് അത്ര ഇഷ്ടമാണ്. മനസ്സിനിണങ്ങിയിരിക്കുന്ന ഭാര്യ ഭർത്തൃ ജീവിതം അല്ലാഹ്ക്ക് അത്ര സന്തോഷമാണ്. അല്ലാഹ് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് അല്ലാഹ്ക്ക് അത്ര ഇഷ്ടമാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇതൊക്കെ അമിതമാകുമ്പോഴാണ് പാടില്ലാത്തത്. അമിതമാകാൻ പാടില്ല, ഒക്കെ അതിനൊരു ലിമിറ്റ് ഉണ്ട്, അല്ലേ? അല്ലാഹ് ഇതൊക്കെ എങ്ങനെയാണ് അല്ലാഹു തആല വെച്ചിട്ടുള്ളത്? ഒരു നമ്മളെ വായി കണ്ടോ, ഇത് അല്ലാഹു തആല ഒരു പാകത്തെ രൂപത്തിൽ വെച്ചതാണ്. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ വായിലേക്ക് പാകമായ ആ രൂപത്തിൽ എടുത്ത് കഴിക്കണം, അല്ലേ? അപ്പൊ ഒരു പൊറാട്ട നമ്മൾ എങ്ങനെ കഴിക്കണം? അതല്ല, അങ്ങനെയാണ്. ആ പൊറാട്ട ഒന്ന് കീറി, അല്ലേ? അതൊന്ന് എന്നിട്ടത് ഒരു പാകമാക്കി. നാളെ ഒരാള് കല്യാണപ്പന്തലിന് ചോറ് കഴിക്കാം, അപ്പൊ അയാൾ ഇങ്ങനെ വലിയ കയ്യിൽ ഇങ്ങനെ ഉരുട്ടിയിട്ട്, അല്ല ഒരു ഫുട്ബോൾ മാതിരി അയാൾ ഉരുള കണ്ടം. അപ്പൊ ഒരാൾ ചോദിച്ചു, ഇത് തലയിൽ വെക്കാനാണോ? അല്ല, ഇത് വായിലേക്ക് കണക്കാക്കിയിട്ടല്ലോ ഉരുട്ടുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ട് വേണോ ഭക്ഷണം കഴിക്കാം? ഭക്ഷണമൊക്കെ എല്ലാവരും കഴിക്കും. കുലു വശ്റബൂ എന്ന് പിന്നെ ഖുർആൻ എന്തിനാ പറഞ്ഞത്? വിശക്കുമ്പോ നമ്മൾ പോയി ഭക്ഷണം കഴിക്കൂലേ? ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും കഴിക്കൂലേ? ഖുർആൻ പറഞ്ഞിട്ടില്ലെങ്കിലും ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലൊക്കെ നടത്തും. പിന്നെ എന്തിനാണ് അല്ലാഹു തആല കുലു വശ്റബൂ എന്ന് പറഞ്ഞത്? അത് അതിന്റെ അപ്പുറത്തൊരു നിയമം പറയാണ്. കുലു വശ്റബൂ, നിങ്ങൾ ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, നിങ്ങൾ തിന്നണം, കുടിക്കണം. വലാ തുസ്രിഫൂ, അമിതമാവരുതേ, അമിതമാവരുതേ. ആവശ്യത്തിന്. എങ്ങനെയാണ് ആവശ്യം? ഒരു പ്രാവശ്യം മുഖം കഴുകുക ഒന്നു കൊടുക്കുമ്പോൾ ഫറളാണ്. രണ്ടാമത്തെ പ്രാവശ്യം കഴുകുക മുഅക്കദായ സുന്നത്താണ്. മൂന്നാമത്തെ പ്രാവശ്യം കഴുകുക പൂർത്തീകരണ സുന്നത്താണ്. നാലാമത്തെ പ്രാവശ്യം പാടില്ല. വഇൻ കുൻത അലാ നഹരിൻ ജാരിൻ, നിറഞ്ഞൊഴുകുന്ന നദിവക്കത്ത്, നിറഞ്ഞൊഴുകുന്ന പുഴവക്കത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിലാണെങ്കിലും 1, 2, 3 വലാ തുസ്രിഫൂ, നാലാമത്തെ നിനക്ക് അവകാശപ്പെട്ടതല്ല. ഏതിലും. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ ഓർക്കണം, നമ്മുടെ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏതിലും ദിക്ർ നല്ല പോലെ ചെല്ലാം. അതെന്താ വഴി? നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹ്
ബാത്റൂമിൽ കയറുമ്പോൾ ചൊല്ലേണ്ടത്, ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ടത്, ചെരുപ്പ് ധരിക്കുമ്പോൾ ചൊല്ലേണ്ടത്, വുദു എടുക്കുമ്പോൾ ചൊല്ലേണ്ടത്, വുദു എടുത്ത് കഴിഞ്ഞാൽ ചൊല്ലേണ്ടത്, പള്ളിയിൽ കയറുമ്പോൾ ചൊല്ലേണ്ടത്, നിസ്കാരത്തിന് മുമ്പ് ചൊല്ലേണ്ടത്, ബാങ്ക് വിളിക്കേണ്ടത്, ബാങ്കിന് ശേഷം ചൊല്ലേണ്ടത്, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് കണ്ണാടി നോക്കുമ്പോൾ ചൊല്ലേണ്ടത്, വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലേണ്ടത്, അല്ലാ അല്ലാ, ഒരു സാധനം കൊടുക്കുമ്പോൾ ചൊല്ലേണ്ടത്, വാങ്ങുമ്പോൾ ചൊല്ലേണ്ടത്. ഇപ്പൊ നമ്മുടെയൊക്കെ ഈ മദ്രസകൾ, നമ്മുടെ ഇപ്പൊ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, CBSE ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. CBSE ക്ലാസ്സുകളിൽ നേരത്തെ KG മുതൽക്കായിരുന്നു അംഗീകാരം ഉണ്ടായത്. ഇപ്പൊ പ്രീ KG അടക്കമായി. നമുക്കത് വലിയ അനുഗ്രഹമാണ്. നമ്മളെ തിബിയാനും സഹറത്തും ഒക്കെ നടത്താൻ പറ്റുന്ന രൂപത്തിലായി. പ്രീ KG അംഗീകരിച്ചു ഇപ്പൊ CBSE. അപ്പൊ പ്രീ KG വിദ്യാർത്ഥിയുടെ പ്രായം 3-ന്റെയും 3.5-യുടെയും ഇടയ്ക്ക്. അപ്പൊ 3-3.5 വയസ്സായിരിക്കുന്ന കൊച്ചു പൈതൽ, കൊച്ചു കുഞ്ഞിനെ നമ്മുടെ ടീച്ചറുടെ മുമ്പിൽ, നമ്മളെ ഉസ്താദിന് മുമ്പിൽ കിട്ടിയാൽ അപ്പൊ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? അപ്പൊ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ വെറും എഴുതി പഠിപ്പിക്കൽ, ഒരു ആക്ഷനോട് കൂടെ പഠിപ്പിക്കണം, ഒരു ആക്ഷൻ കാണിച്ചിട്ട് പഠിപ്പിക്കണം. അപ്പൊ എങ്ങനെ പഠിപ്പിക്കുന്നത്? ബിസ്മില്ലാഹി പഠിപ്പിക്കണം. എങ്ങനെ ബിസ്മില്ലാഹി പഠിപ്പിക്കുന്നത്? തിന്നും നേരം ബിസ്മില്ലാ, കുടിക്കും നേരം ബിസ്മില്ലാ, കൊടുക്കും നേരം ബിസ്മില്ലാ, വാങ്ങും നേരം ബിസ്മില്ലാ. ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കാൻ ഉസ്താദ് കുട്ടിക്ക് ഭക്ഷണം കഴിക്കുന്ന ഇങ്ങനെ ആക്ഷൻ, കയ്യിൽ ഇങ്ങനെ ഭക്ഷണത്തിന്റെ രീതിയിൽ പിടിച്ചിട്ട് തിന്നും നേരം ബിസ്മില്ലാ, കുടിക്കും നേരം ബിസ്മില്ലാ, കൊടുക്കും നേരം ബിസ്മില്ലാ, വാങ്ങും നേരം ബിസ്മില്ലാ, തുറക്കും നേരം ബിസ്മില്ലാ, അടക്കും നേരം ബിസ്മില്ലാ. കണ്ടോ? അപ്പൊ ഇങ്ങനെ അതിങ്ങനെ. അപ്പൊ കുട്ടി ഇപ്പൊ എന്ത് ചെയ്യും? അല്ലാഹു റബ്ബി, നിലമ്പൂരിൽ ഞങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്, മജ്മഅ അക്കാദമി. 5000 കുട്ടികൾ ഇപ്പോൾ അവിടെ നിന്ന് പഠിച്ച് പുറത്തിറങ്ങി 35 കൊല്ലത്തിനിടയ്ക്ക്. ഇപ്പോൾ 2000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈയിടെ സൗദിയിലുള്ള ഒരു സഹപ്രവർത്തകൻ എന്നെ വിളിച്ചു, ഉസ്താദെ, നമ്മുടെ സ്ഥാപനത്തിൽ കുട്ടിയെ ചേർത്തത് എനിക്ക് വല്ലാത്ത സന്തോഷമായി. എന്തേ മോനെ? എന്റെ കുട്ടി, ഒരു കുട്ടി ഇപ്പോൾ പ്രീ KG-യിലും ഒരു കുട്ടി UKG-യിലുമാണ്. ഞാൻ നാട്ടിൽ വന്ന് 1 മാസം അവിടെ താമസിച്ചപ്പോൾ ഒരു 2 കാർ എടുത്തു. ഞാൻ എപ്പോ കുട്ടികളെ കൊണ്ട് വണ്ടി കയറിയോ, കാറിന്റെ ഡ്രൈവർ സീറ്റിൽ ഞാൻ ഇരിക്കുമ്പോഴേക്ക് കുട്ടികൾ, ഞാൻ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് ചാവി കൊടുക്കാൻ ഒരുക്കുമ്പോഴേക്ക് 2 മക്കളും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ 2 മക്കളും ചൊല്ലാൻ തുടങ്ങി. എന്തുകൊണ്ട്? നമ്മളെപ്പോലെയല്ല, കുട്ടികൾക്ക് നമ്മളിത് പഠിപ്പിക്കുന്നുണ്ട്. ഓരോന്നും എങ്ങനെ? അതൊരു ആക്ഷനോട് കൂടെ പഠിപ്പിക്കാം. അതിന്റെ ആക്ഷൻ കാണിക്കുമ്പോൾ ആ ആക്ഷന്റെ സമയമാണ് എത്തിയാൽ അതിന്റെ അതാ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആള്, അയാളെ കൈ ആവശ്യമുള്ള സ്ഥലത്തേക്ക് അറിയാതെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പറഞ്ഞിട്ട് വേണം. നമ്മളെ വണ്ടി കയറിയാണ്ട് ചില ആളുകൾക്ക് ഡ്രൈവർക്ക് ഒരു ഉപദേശം കൊടുക്കാം, ഓനെ അപ്പ ഇന്ന് ഇറക്കി വിടുക. ഡ്രൈവർക്ക് നമ്മളൊരു ഉപദേശം കൊടുത്തിട്ട് വേണം. ചില ആളുകൾ ഇങ്ങനെ വണ്ടി കയറി ചവിട്ടി അല്ലേ, ചില ആളുകൾ ഓണടിക്കും. ഇതെല്ലാം ഇയാൾ പറഞ്ഞു കൊടുത്തിട്ട് വേണം. അതൊന്നും അറിയാത്തവനെ പിന്നെ ഡ്രൈവർ സീറ്റിലിരിക്കണം. ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ആൾക്ക് അയാളെ കൈ ഹോൺ അടിക്കുന്നിടത്തേക്ക് ഒരാളെ ഹോണടിച്ചു പോകും. അയാൾ അറിയാതെ കൈ അവിടെ എത്തും, അയാൾ അറിയാതെ കാലും വർക്ക് ചെയ്യും. ഈ ഒരു എന്താ പറയാ, ഒരു സ്പ്രിംഗ് ആക്ഷൻ ഇത് നമ്മുടെ ശരീരത്തിൽ ദിക്റിന്റെ കാര്യത്തിൽ വരണം. അതാണ് കൊച്ചു കുട്ടികൾക്ക് നമ്മൾ സഹറത്തിലും പ്രീ KG-യിലും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്. ആ ആക്ഷൻ കാണിച്ചുകൊണ്ട് കുടിക്കും നേരം ബിസ്മില്ലാ. അപ്പൊ ഏത് സാധനം കുടിക്കാൻ ഒരുങ്ങിയാലും കൊച്ചു പൈതൽ ബിസ്മില്ലാ അത് ചൊല്ലിപ്പോകും. കൊടുക്കും നേരം ബിസ്മില്ലാ അത് ചൊല്ലിപ്പോകും. അപ്പൊ ആക്ഷനോട് കൂടെ ഇങ്ങനെ പഠിപ്പിക്കുക. ഓരോ അധികമായി ദിക്ർ ചൊല്ലുന്ന സ്ത്രീ പുരുഷന്മാർ എന്ന് പറഞ്ഞ അധികം ഏതാണ്? ചൊല്ലേണ്ട സ്ഥലത്തൊക്കെ ചൊല്ലുക. ഒരു ദിവസം നമ്മളിങ്ങനെ നോക്കിയാൽ എല്ലാ സ്ഥലത്തും ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലേ, എത്ര പ്രാവശ്യം നമുക്ക് ചൊല്ലാനുണ്ട്? സുബ്ഹാനല്ലാഹ്, ഇന്നാ ലില്ലാഹ്, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് സ്വല്ലല്ലാഹ്, ഖുൽ ഹുവല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹ് 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 അല്ലാഹ്. അങ്ങനെ നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് ആ ദിക്ർ ഇങ്ങനെ കൊടുത്തിട്ട് ഇബ്രാഹിം നബി അലൈഹി സലാം കൊടുത്ത ദിക്ർ ഇങ്ങനെ നോക്കുമ്പോൾ ഹദീസിന്റെ കിതാബുകളിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ആരാണോ ഒരു പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി എന്ന ദിക്ർ ചൊല്ലിയത്, അത് സ്വർഗീയ കൊട്ടാരത്തിന് ചുറ്റുഭാഗത്തൊരു ചെടിമരമാണ്. അല്ലാഹു റബ്ബി, നമ്മളിപ്പോ നല്ല വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് വീടിന്റെ പരിസരത്ത് തെങ്ങ് നട്ടുപിടിക്കും. ചിലർ ഇപ്പൊ ഏത് തുടങ്ങിയിട്ട് ഞങ്ങളെ ഇപ്പൊ നമ്മളെ ഇത് തുടങ്ങി ഈത്തപ്പന അല്ലേ,
നമ്മളിവിടെ ഈത്തപ്പന നടാൻ തുടങ്ങിയപ്പോ അള്ളാഹു തആലക്ക് മനസ്സിലായി ഇവർക്ക് ഇപ്പൊ തെങ്ങല്ല ആവശ്യം, ഈത്തപ്പനയാണ്. അപ്പൊ അള്ളാഹു തആല മഴ പോയിട്ട് ചൂട് തരാൻ തുടങ്ങിയ നമ്മൾ തെരഞ്ഞെടുത്തതിനനുസരിച്ചല്ലേ അള്ളാഹു തആല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അള്ളാഹു തആല തന്നത് നമുക്ക് വേണ്ട, നമ്മളെ തെങ്ങ് നമുക്ക് വേണ്ട. നമ്മളിപ്പോ ഏത് തുടങ്ങി? നമ്മള് ഗൾഫിലുള്ള അറബികളൊക്കെ ഏത് വെക്കാൻ തുടങ്ങി? തെങ്ങ് വെക്കാൻ തുടങ്ങി. ഇപ്പൊ മഴയും കാര്യമൊക്കെ അവിടെ, ചൂടും കാര്യമൊക്കെ അവിടെ. ഇനി നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ചോദിച്ചു വാങ്ങിയതായത്. ഈ ചൂടൊന്ന് നമ്മളെ വീടിന്റെ പരിസരത്ത് മുമ്പേ കാണും ഇങ്ങനെ ഈത്തപ്പന കാണാമായിരുന്നു അല്ലേ? ഇപ്പൊ നമ്മളെങ്ങനെയാണ്? നമ്മുടെ നാട്ടിന്റെ അരി, നമ്മുടെ നാട്ടിന്റെ ചോറ്, ഇതൊന്നും ആർക്കും വേണ്ട. പിന്നെ നമുക്കെന്താണ്? കോഴിയുടെ ഒരു ഭാഗ്യം ഞാൻ ആലോചിച്ചു നോക്കാം. മരണാനന്തര ബഹുമതി ഏറ്റവും കൂടുതൽ കിട്ടുന്ന ജീവിയാണ് കോഴി. കോഴി മരിക്കുന്നത് വരെ ഒറ്റ പേരുള്ളൂ, കോഴി അല്ലേ? മരിച്ചു നോക്കുമ്പോൾ കോഴിക്ക് എന്തെല്ലാം പേരാണ് അല്ലേ? തന്തൂരി ചിക്കൻ, കാന്താരി ചിക്കൻ, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് അല്ലാഹു റബ്ബി ഏതൊക്കെ ചിക്കനാണ്. മരണാനന്തര ബഹുമതി ഇത്ര അധികം കിട്ടിയിരിക്കുന്ന ഒരു ജീവി വേറെ ഉണ്ടോ? ഒരു പക്ഷേ കോഴിക്ക് ഇത്ര ബഹുമാനം കിട്ടിയത് കോഴി മുത്തുനബി ജനിച്ച സമയത്തെ ബഹുമാനിക്കുന്ന ജീവിയാണ് കോഴി അല്ലേ? രാവിലെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് കോഴി എന്ത് ചെയ്യും? കൊക്കോ എന്ന് കോഴി. എന്താ കോഴി പറയുന്നത്? ഇമാം ദമീരി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുണ്ട് ഹയാത്തുൽ ഹയവാൻ. ജീവികളും അവരുടെ ഭാഷയും ജീവികളും അവരുടെ സ്വഭാവവും അത് പറയുന്ന കിതാബാണ്. വലിയ മഹാന്റെ കിതാബാ ഇമാം ദമീരി റളിയല്ലാഹു അൻഹു ഹയാത്തുൽ ഹയവാൻ. അതിൽ കോഴിയുടെ വിഷയം പറയുന്നിടത്ത് പറയുന്നുണ്ട്, കോഴി രാവിലെ കൊക്കോ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഖൂമൂ യാ ഗാഫിലീൻ, റസൂലുള്ളാഹ് ജനിച്ച സമയമായിരിക്കുന്നു. ഇതാ സ്വർഗ്ഗത്തിൽ നിന്ന് റഹ്മത്തിന്റെ കാറ്റ് വരുന്നു, എഴുന്നേൽക്കുവീൻ എഴുന്നേൽക്കുവീൻ, മുത്തുനബിയെ പടച്ച സമയമാണ്. ഇതാ റഹ്മത്തിന്റെ വസന്തം വരുന്ന സമയമാണ്, എഴുന്നേൽക്കുവീൻ. കോഴി സുബഹിക്ക് എഴുന്നേൽക്കുന്ന ജീവിയാണ്, തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന ജീവിയാണ്. അപ്പൊ എഴുന്നേറ്റിട്ട് കോഴി തസ്ബീഹ് ചൊല്ലി ബാക്കിയുള്ളവരെ വിളിച്ചുണർത്തുക. അതുകൊണ്ടായിരിക്കും കോഴിക്ക് മരണാനന്തര ബഹുമതി കൂടുതൽ അല്ലേ? അത്ര ബഹുമതിയുള്ള ഏതെങ്കിലും ജീവി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതൊക്കെ ചിക്കൻ ഉണ്ട്? ചിക്കൻ എന്ന് പറഞ്ഞിട്ട് മാത്രമുള്ള ചിക്കൻ അല്ലേ? തന്തൂരി ചിക്കൻ, മറ്റേ പിന്നെന്താണ് കാന്താരി ചിക്കൻ, പിന്നെന്തൊക്കെ ചിക്കനാണ്? ചിക്കൻ പൊള്ളിച്ചത്, ചിക്കൻ മന്തി, ചിക്കൻ ഉന്തി, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് അല്ലാഹു റബ്ബി അങ്ങനെ അടുത്ത് തുടങ്ങിയിട്ട് ചിക്കൻ തന്നെ എല്ലാ സ്ഥലത്തും. പുതിയ കുട്ടികൾക്കൊക്കെ ഏത് മതി? ചിക്കൻ മതി. അല്ലാഹു റബ്ബി അൽഫാം, അല്ലാത്ത ഫാം, ഏതൊക്കെ സംഗതികളാണ് അല്ലേ? അല്ലാഹു റബ്ബി, അല്ലാഹു നമുക്ക് ഖൈറ് തരട്ടെ. നമ്മളെ പൂർവികരായ വല്യമ്മയും വല്യപ്പയും ഒക്കെ മരിച്ചുപോയി. അവർക്കൊന്നും നല്ലൊരു ഭക്ഷണം കഴിക്കാൻ കിട്ടിയിട്ടില്ല, നല്ലൊരു വസ്ത്രം അവർ ധരിച്ചിട്ടില്ല, നല്ല മിനുസമുള്ള നല്ല സ്മൂത്ത് ഉള്ള ഒരു ചെരുപ്പ് അവരാരും ധരിച്ചിട്ടില്ല, നല്ല സ്മൂത്തായ ഒരു ഡ്രസ്സ് അവരൊന്നും ധരിച്ചിട്ടില്ല. ഞങ്ങളെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തുന്നതിനിടക്ക് ഇങ്ങനെയൊന്നും സുഖം അനുഭവിക്കാൻ സാധിക്കാത്ത അവർക്ക് നീ ആഖിറം സുഖകരമാക്കി കൊടുക്കണേ അല്ലാ. അവരൊക്കെ ഖബറൊക്കെ പ്രകാശിപ്പിക്കണേ അല്ലാ. ഞാൻ എൻ്റെ ഉമ്മയെ എൻ്റെ കണ്ണിലിങ്ങനെ കാണുകയാണ്, ഞാൻ എൻ്റെ ഉപ്പയെ എൻ്റെ കണ്ണിലിങ്ങനെ കാണുകയാണ്. അവരൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ചു, നമ്മെ അവർ പോറ്റി വളർത്തി. നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിനിടയ്ക്ക് നല്ലൊരു ഭക്ഷണമോ നല്ലൊരു വാഹനത്തിൽ അവരാരും യാത്ര ചെയ്തിട്ടില്ല. നമ്മളെപ്പോലെ ഒരു AC കാർ അവർ കേട്ടിട്ടില്ല. പഴയ കാലത്ത് നമ്മുടെ കോഴിക്കോട് ആദ്യമായിട്ട് ഒരു ഹോട്ടലിൽ AC വന്നു. ഒരു ഹോട്ടലിൽ കോഴിക്കോട് ആദ്യമായിട്ട് ഒരു ഹോട്ടലിൽ ഏത് വന്നു? AC വന്നു. അപ്പൊ അറിയാതെ രണ്ട് ചെറുപ്പക്കാര് വാതിൽ തുറന്ന് അതിനുള്ളിൽ പോയി. അപ്പൊ അന്നൊക്കെ AC ഇടണോ എന്ന് ചോദിച്ചിട്ടേ ഇടുള്ളൂ, ഇന്നത്തെ പോലെ ഇട്ടുവെക്കലില്ല. ഇപ്പോഴും ചില വണ്ടിയിലൊക്കെ കയറിയാൽ AC വേണോ വേണ്ടേ എന്ന് ചോദിക്കും. AC ഉണ്ടെങ്കിൽ പൈസ കൂടുതലാ വാടക അല്ലേ? അപ്പൊ ഈ ഇല വിരിച്ചിട്ട് അതിൽ ചോറിട്ടു കൊടുത്തു, അതിൽ കറി വെച്ചു കൊടുത്തിട്ട് സപ്ലൈക്കാരൻ ചോദിച്ചു AC ഇടണോന്ന് ചോദിച്ചു. അപ്പൊ ആ ചോറ് വെക്കുന്ന ആൾ ചോറ് കുറച്ചിങ്ങനെ നീക്കിയിട്ട് കുറച്ച് പെടട്ട് നീക്കുന്നത്. അപ്പൊ അയാൾ വിചാരിച്ചത് AC എന്ന് പറഞ്ഞാൽ അച്ചാറിട്ടാണോ? അത്ര AC-യെ പറ്റി അറിയാത്ത ആൾക്കാരായിരുന്നു നമ്മളെ. AC-യെ പറ്റി അറിയാത്ത ആൾ. ഇപ്പൊ നോക്കുമ്പോഴോ AC ഇല്ലാത്ത. അപ്പൊ നമ്മുടെ മാതാപിതാക്കൾ പൂർവികരൊന്നും ഈ സുഖമൊന്നും കണ്ടിട്ടേ ഇല്ല, ഈ സുഖമൊന്നും അവർ ആസ്വദിച്ചിട്ടേ ഇല്ല. ഉണ്ടോ? നമുക്കിങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ വെച്ച് അല്ലേ? അല്ലാഹു റബ്ബി. ഞങ്ങളുടെ നാട്ടിലൊരു പള്ളിയിൽ കുഴപ്പമുള്ള ജനറൽ ബോഡി നടക്കാൻ പോവാണ് അടുത്ത വെള്ളിയാഴ്ച.
അപ്പൊ ഈ വെള്ളിയാഴ്ച അവിടെ ഇങ്ങനെ കുറച്ച് മുമ്പത്തെ സംഭവം കേട്ടോ, അടുത്ത വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അന്നത്തെ സംഭവം പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് നടക്കുമ്പോ കമ്മിറ്റിക്ക് വന്ന ജുമാക്ക് വന്ന ആളുകളൊക്കെ ജനറൽ ബോഡിക്കാരെ പേര് വായിക്കോ എന്ന് ചോദിച്ചു. ഇയാൾ ഉസ്താദിന്റെ ദുആ കഴിഞ്ഞ് ഉസ്താദിന്റെ നിസ്കാരം കഴിഞ്ഞ് ദുആ തുടങ്ങി. അങ്ങനെ നിസ്കാരത്തിന് ശേഷം ദുആർക്കുമ്പോൾ ഇയാളിങ്ങനെ ആ പില്ലറിനോട് തൂണിനോട് ചാരി ഇരുന്നിട്ട് മെല്ലെ ഒന്ന് ഉറങ്ങിപ്പോയി. ഉസ്താദ് ദുആ കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് ഒരു ലിസ്റ്റ് വായിക്കണം. ലിസ്റ്റ് വായിക്കുമ്പോൾ ഇയാൾ പെട്ടെന്ന് ഉണർന്നപ്പണ്ട് ആളുകളെ പേരിങ്ങനെ വായിക്കണം. അപ്പൊ ഇയാൾ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, എന്റെ പേര് വായിച്ചിട്ടില്ല. അല്ലാഹ്, എന്റെ പേര് വായിച്ചിട്ടില്ല. അപ്പൊ ഖതീബ് പറഞ്ഞു, ഇത് മയ്യത്ത് നിസ്കാരത്തിന്റെ കത്താണ്. അല്ലാഹ്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഏതാണുള്ളത് അത് നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് വായിക്കുമ്പോഴും അതാണോ അല്ലദീ യുവസ്വിസു, നമ്മുടെ മനസ്സിനെ പിശാച് പിടിച്ച് കുരുക്കുന്നുണ്ട്. ആ പിശാച് പിടിച്ച് സ്വാധീനിച്ചപ്പോൾ നമുക്ക് ഏത് സൗണ്ടും അതാണോ ആ ചിന്ത എവിടേക്ക് വേണം? അല്ലാഹ് അതിലേക്ക് തിരിച്ചുവിടണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചെരുപ്പ് ധരിക്കുമ്പോൾ ചൊല്ലേണ്ടത് അല്ലാഹ്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ടത്, വീട്ടിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ടത്, പള്ളിയിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ടത്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ടത്, ഓരോ സ്ഥലത്തും ചൊല്ലേണ്ടത് ദിക്റ് ഒരു സെക്കൻഡ് ചൊല്ലാനേ ഉള്ളൂ. ഒരു സെക്കൻഡ്, അര സെക്കൻഡ്, ഒരു മിനിറ്റ് ചൊല്ലേണ്ട ഒറ്റ ദിക്റുമില്ല. ഏതെങ്കിലും ദിക്റുണ്ടോ ഒരു മിനിറ്റ് കൊണ്ട് ചൊല്ലേണ്ടത്? നമ്മളിപ്പോ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റിൽ കുറച്ച് കൂടുതലുള്ളത് ഏതാ? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിൻ. അതിന് ഒരു മിനിറ്റ് വേണ്ട. ഒക്കെ ഏതേ വേണ്ട? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഊദു ബില്ലാഹി മിനൽ ഖുബൂസി വൽ ഖബായിസ്. ല്ലേ, ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടുമ്പോൾ അല്ലാഹുമ്മ ജന്നിബി ശൈത്താന വ ജന്നിബിന ശൈത്താന ഫീമാ റസഖതന ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അൽഹംദുലില്ലാഹ്. ല്ലേ, സുബ്ഹാനല്ലാഹ്. എല്ലാ ദിക്റുകളും വളരെ ചെറുത്, വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറുത്, അത്രേ ഉള്ളൂ. അല്ലേ, ഏറ്റവും ചെറുത്. പക്ഷെ അതിന്റെ ഫലം എത്രയാണ്? അല്ലാഹു റബ്ബി. നമ്മളെ ആ മറ്റേ ചില ഗുളിക ഉണ്ടെങ്കിൽ ഈ വലിപ്പുണ്ടാവും, ഗുളിക തലയാണ പോലെ അല്ലേ. അതേ സമയത്ത് ഏറ്റവും മാരകമായ വിഷമമുള്ള രോഗത്തിന് കുടിക്കുന്ന ഗുളികയുണ്ട്. അത് എത്ര വലിപ്പമുള്ളതാ? സ്മോൾ സൈസ്. എത്ര സ്മോള്? വളരെ ചെറിയ. പക്ഷെ അത് മതി മുതൽ പോരെ. എന്താ അതിന്റെ ഒരു ശക്തി എന്നറിയോ? എത്ര മരുന്നുകൾ ചേർത്തിട്ടാണത്. അല്ലാ, പണ്ട് നമ്മളെ നാട്ടിൽ മുട്ടായി വെക്കാൻ വന്നിരുന്നു ഒരു വല്യപ്പ. അയാള് കുട്ടികളൊക്കെ മദ്രസ വിട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ ഒരു നൂലുമ്പൽ ഇങ്ങനെ മുട്ടായി വെച്ചിട്ട് അയാൾ ആ കുട്ടികൾ ഇങ്ങനെ മദ്രസ വിട്ട് പോകുമ്പോ അയാളിങ്ങനെ കോഴിക്കോട്ടെ കോലുമുട്ടായി, മക്കളെ പാലക്കാട്ടെ പാലുമുട്ടായി, 5-5 നായിക നേരം ഇഞ്ചം പണി ചെയ്ത മുട്ടായി, വായിലിട്ടാ ചിരിക്കും മുട്ടായി. ആ മുട്ടായിന്റെ പാട്ട് ഇങ്ങനെ കേട്ട കുട്ടികളൊക്കെ അപ്പോ ആ മുട്ടായി ആയി വന്നത് അയാൾ പറഞ്ഞു 5-5 നായിക നേരം ഇഞ്ചം പണി ചെയ്ത മുട്ടായി. അപ്പൊ ഈ ഗുളിക ഇത്ര ചെറുത് ആയി കിട്ടാൻ അതിനത്ര മരുന്നുകൾ ചെറുതാണ് എന്ന പോലെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഇന്നാ ലില്ലാഹ് ഓരോ സ്ഥലത്ത് ചൊല്ലേണ്ട ദിക്ർ അത് സിമ്പിളാണ്. പക്ഷെ എന്ത് വേണം? ചൊല്ലേണ്ട ദിക്ർ സമയത്ത് ചൊല്ലേണ്ട സമയത്ത് ചൊല്ലുക. പിന്നെ നമുക്ക് ഹദ്ദാദ് പതിവാക്കേണ്ടത്, നമുക്ക് നാരിയത്ത് സ്വലാത്ത് അങ്ങനെ തുടങ്ങിയിട്ട് സാധാരണ നമ്മൾ ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലിയാൽ തന്നെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ദിക്ർ നമ്മളെ ഖദ് അഫ്റഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ജീവിതത്തിന്റെ അതിപ്രധാന സഞ്ചാരത്തിന് മധ്യേ നമുക്ക് ദുനിയാവ് രക്ഷപ്പെടണം, ആഖിറം രക്ഷപ്പെടണം. മനസ്സിന്റെ സന്തോഷമുണ്ട്, നമ്മുടെ ഹൃദയത്തിന്റെ സന്തോഷമുണ്ട്. സമാധാനമില്ലെങ്കിൽ പിന്നെ എന്താണ് സമ്പാദ്യം? സമാധാനമില്ലെങ്കിൽ പിന്നെ എന്താണ് ജീവിതം? ദൂരെ യാത്ര ചെയ്യുന്ന ബസ്, ആ ബസ്സിൽ നിന്ന് ഒരാൾക്ക് മൂത്രമൊഴിക്കണം, വല്ലാതെ മൂത്രമൊഴിക്കണം. അപ്പൊ അയാൾ ഡ്രൈവറോട് പറഞ്ഞു, ഒന്ന് നിർത്തി തരണം, 1 മിനിറ്റ് ഞാനൊന്ന് മൂത്രമൊഴിച്ചോട്ടെ. പക്ഷേ അയാൾ മൂത്രമൊഴിക്കാൻ ഇറങ്ങി, ഡ്രൈവർ തൽക്കാലം നിർത്തിക്കൊടുത്തു. അയാൾ ഇറങ്ങി മൂത്രമൊഴിക്കാൻ അങ്ങനെ സൈഡിൽ നിന്നതുള്ളൂ. അപ്പോഴൊക്കെ ഡ്രൈവർ കിക്കി 2 ഓണടിച്ചു. അപ്പോഴൊക്കെ ഇയാൾ ബേജാറായി. പിന്നെ മൂത്രമൊഴിച്ചിട്ട് മൂത്രം പോണെന്നില്ല. അങ്ങേയറ്റം മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് അയാൾ നിന്നത്. പക്ഷെ ഈ ഓണടി കേട്ടപ്പോ ബേജാറായി. സമാധാനമില്ലെങ്കിൽ മൂത്രം കൂടി പോകും.
സമാധാനമില്ലെങ്കിൽ ഒരു രാജ്യത്ത് നമ്മൾ താമസിക്കുമ്പോൾ, ഇന്ത്യയിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇന്ത്യയിലെ മനുഷ്യ മക്കളെ, ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ബുദ്ധമതക്കാരനും ജൈനമതക്കാരനും എല്ലാവരും ഈ രാജ്യത്ത് ജനിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. നമ്മുടെ കൂട്ടത്തിൽ പല ആൾക്കാരുണ്ട്. അള്ളാഹ് എന്ന് വിളിക്കുന്നവരുണ്ട്, ഈശ്വര എന്ന് വിളിക്കുന്നവരുണ്ട്, കർത്താവേ എന്ന് വിളിക്കുന്നവരുണ്ട്, ദൈവമേ എന്ന് വിളിക്കുന്നവരുണ്ട്. അവരൊക്കെ എല്ലാവരും ഓരോന്നിനെ ആരാധിക്കുന്നു. അത് അവരവരുടെ തെരഞ്ഞെടുപ്പാണ്. നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഉറപ്പായിട്ടും വിശ്വാസമായിട്ടും അല്ലാഹു അല്ലാഹ്. ബാക്കിയുള്ളവർ അവരെ തെരഞ്ഞെടുപ്പ് അവരും നടത്തിയിട്ടുണ്ട്. ഇവരൊക്കെ എല്ലാവർക്കും വായു അള്ളാഹുവിൻ്റെതാണ്, എല്ലാവർക്കും ഭക്ഷണം അള്ളാഹുവിൻ്റെതാണ്, എല്ലാവർക്കും മരുന്ന് അള്ളാഹുവിൻ്റെതാണ്, എല്ലാവർക്കുമുള്ള ആകാശം ഒന്നാണ്, എല്ലാവർക്കുമുള്ള ഭൂമി ഒന്നാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഏത്ത വ്യത്യാസം അത് അള്ളാഹു തആല ആഖിറത്തിൽ തീരുമാനിച്ചോളും. നമ്മൾ ഇവിടെ ആരെയും ശിക്ഷിക്കാൻ നിൽക്കേണ്ടതില്ല, നമ്മൾ ഇവിടെ ആരെയും കുറ്റപ്പെടുത്താൻ നിൽക്കേണ്ടതില്ല, നമ്മൾ ഇവിടെ ആരെയും ആക്ഷേപിക്കാൻ നിൽക്കേണ്ടതില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഓർമ്മിക്കണം, ആരുടെയും ഗുണദോഷങ്ങൾ നോക്കാൻ നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സാഹോദര്യത്തിൽ സ്നേഹത്തിൽ ക്രിസ്തുമസ് നടക്കും, ഓണം വിഷു നടക്കും, പെരുന്നാൾ നടക്കും, റമദാൻ നടക്കും. നമ്മൾ എല്ലാവരും ആ സന്തോഷത്തിൽ ഒരുമിച്ച് ചേരുക. നമ്മുടെ രാജ്യത്ത് ഭിന്നിപ്പിക്കുക എന്ന രീതിയിൽ ഹിന്ദുക്കളെ വേറെ, ക്രിസ്ത്യാനികളെ വേറെ, മുസ്ലിങ്ങളെ വേറെ, അല്ലാഹുവേ തമ്മിൽ അടുപ്പിച്ച് കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവരാരാണോ അവരുടെ ശക്തി നീ കെടുത്തിക്കളയണം അല്ലാഹ്. മുസ്ലിമീങ്ങളെ, നമുക്ക് അല്ലാഹുവിന്റെ രക്ഷ കിട്ടണോ? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. നമുക്ക് ചൊല്ലാം ദിക്ർ, നമുക്ക് ചൊല്ലാം സ്വലാത്ത്. അല്ലാഹുവിന്റെ റസൂൽ വിശ്രമിക്കുന്ന മദീന മുനവ്വറയിലേക്ക് ഒരിക്കലെങ്കിലും പോകാനുള്ള സൗഭാഗ്യത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കാം. എല്ലാവരും ചൊല്ലുക, റബ്ബി വർസുഖ്നാ സിയാറതഹു ഖബ്ല ഖബ്ലിർ റൂഹി വൽ ഖറജി സ്വല്ലി റബ്ബൽ. അൽഹംദുലില്ലാഹ്. ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. തങ്ങളവറുകൾ പറഞ്ഞിട്ടുണ്ട്, മാസാമാസം നടക്കുന്ന ഈ സഭ ഒരു കൃത്യസമയം തുടങ്ങി അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാറ്റിനും നിശ്ചയിച്ചിരിക്കുന്ന ഒരു ടൈമുണ്ട്. തങ്ങളുപ്പാപ്പ സ്വാഗതം പറയാൻ ഒരു ഉസ്താദിനെ ഏൽപ്പിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ 8 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് സ്വാഗതം പറഞ്ഞ് അവസാനിപ്പിക്കണം. വേറെ ഒരു ബുർദയോ മറ്റോ ചൊല്ലുന്ന കുട്ടികളോട് പറഞ്ഞു, 7, 10, 7, 8 ആകുമ്പോഴേക്ക് നിങ്ങൾ ഇത് ചൊല്ലി തീർക്കണം. എന്ന് വെച്ചാൽ ഒരു ടൈം ഷെഡ്യൂൾ. പ്ലാനിംഗ് ആണ് കാര്യത്തിന്റെ വിജയം. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ പലരും ഉണ്ടാകും. ഭർത്താവ് കട അടച്ചു വരുമ്പോഴേക്ക് തിരിച്ചു പോകാം എന്ന് വിചാരിച്ചു വന്നിരിക്കുന്ന ഭാര്യമാരുണ്ടാകും. ഇല്ലേ, രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ അധിക സമയമാകുന്നതിന് പിരിഞ്ഞു പോകണം എന്ന് ഉദ്ദേശിച്ച കച്ചവടക്കാരുണ്ടാകും, ഉദ്യോഗസ്ഥന്മാരും പലരും ഉണ്ടാകും. എല്ലാവരുടെ ടൈമും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്റെ പ്രിയപ്പെട്ടവരോട് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് വരാൻ വേണ്ടി ഉണർത്തിയപ്പോൾ ഞാൻ എൻ്റെ കേരളത്തിൽ ഇപ്പോൾ SYSന്റെ വലിയ സമ്മേളനമൊക്കെ നടക്കുന്ന സമയമാണ്. നമ്മുടെ സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ ഒക്കെ ടൈമാണ്. അതൊക്കെ തിരക്കുണ്ടായിട്ടും തങ്ങളുമായുള്ള വല്ലാത്ത ഒരു ബന്ധം അത് വെച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളോടൊപ്പം ഇന്നൊരു വിരുന്നുകാരനായി ചേർന്നത്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ താജുൽ ഉലമ ഉപ്പാപ്പ ഇഷ്ടപ്പെട്ട സയ്യിദാണ്. ആ സയ്യിദിന്റെ നേതൃത്വം, ഈ മുടിപ്പു, ഈ മംഗലാപുരം ഇവിടെ നമുക്ക് ലഭിച്ചത് വല്ലാത്ത ഒരു അനുഗ്രഹമാണ്. അല്ലാഹുവേ, തങ്ങളെ നേതൃത്വം ഇസ്സത്തോടെ നിലനിർത്തണേ അല്ലാഹ്. ഈ സ്ഥാപനത്തിന്റെ ഉയർച്ച വളർച്ച അൽഹംദുലില്ലാഹ്. ഈ ഹൈവേ റോട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ മുനാരങ്ങളും കുബ്ബയും ഉയർന്നു നിൽക്കുന്ന ഈ പള്ളി ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. മുമ്പൊരിക്കൽ നമ്മുടെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് കയ്യും കാലും ഒക്കെ കൊടുക്കുന്ന ആ ചടങ്ങിലൊക്കെ ഞാൻ ഇവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്തൊരു വല്ലാത്ത സന്തോഷം. നല്ല പാർക്കിംഗ് സൗകര്യമുള്ള പള്ളി. ഇന്നിവിടെ ജുമഅക്ക് കൂടിയപ്പോൾ ഈ പള്ളിയിൽ സുജൂദ് ചെയ്യാത്ത ഒരു സ്ഥലവുമില്ല. ജുമഅക്ക് നോക്കുമ്പോൾ ഇവിടെ സിറ്റ് ഔട്ടിലും അകത്തും മുകളിലും അതിനു മുകളിലും അല്ലാഹു റബ്ബി എല്ലാ സ്ഥലത്തും ജുമഅക്ക് സുജൂദ്. ഈ പള്ളി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഹാജി, അയാൾ എന്തൊരു ഭാഗ്യവാനാണ്. അയാളെ മക്കളാണ് അത്രേ വാപ്പയുടെ പേരിൽ ഈ പള്ളി ഉണ്ടാക്കിയത്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഖബറിന്
സ്വർഗമാക്കണേ അല്ലാ. മുഹീദ്ദീൻ ഹാജി എന്നാണ് പറഞ്ഞത് അല്ലേ? അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. ഇതിന് പണം മുടക്കാൻ തയ്യാറായ മക്കൾക്ക് നീ നിഅമത്ത് കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീ കൊടുക്കണേ അല്ലാ. അർഹമുർ റഹീമേ, തങ്ങളവറുകൾ ഈ സഭ ഏറ്റെടുക്കാൻ വേണ്ടി വരുന്നു. ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ശിഷ്യന്മാരും മുഹിബ്ബീങ്ങളും ചേർന്ന് തങ്ങളുടെ ഒരു മദ്ഹ് ഗാനം അതിവിടെ ആലപിക്കുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ട് ആസ്വദിക്കാം. അങ്ങനെയാണ് മഹാന്മാരെ കുറിച്ച് സന്തോഷം, അത് കേൾക്കുന്നതും അത് പറയുന്നതും അത് പാടുന്നതും ഒക്കെ നമുക്കൊരു പുണ്യമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ നേതൃത്വത്തിലുള്ള ഇവിടെ ഈ വിപ്ലവ പ്രവർത്തനങ്ങൾ നീ കബൂലിയത്ത് നൽകണേ അല്ലാഹ്. തങ്ങൾ ബഹുമാനപ്പെട്ട ഹജ്ജ് കമ്മിറ്റിയുടെ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. നീ അഭിവൃദ്ധിയും ഉയർച്ചയും നൽകി ഈ വർഷം എല്ലാവിധ തൗഫീഖും നൽകണേ അല്ലാഹ്. അടുത്ത വർഷങ്ങളെ സന്തോഷം നിലനിർത്തണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ പ്രിയപ്പെട്ട ബീവി നമ്മയെല്ലാം വലിയ ബഹുമാനിക്കുന്ന, വല്ലാതെ നമുക്കൊക്കെ ദുആ ചെയ്യുന്ന ബീവിയാണ്. ആ ബീവിയുടെ ഒരു രോഗം നേരത്തെ വന്നിട്ട് ലക്ഷങ്ങൾ ചെലവഴിച്ച് ഇപ്പൊ അതിനൊക്കെ ശിഫ കിട്ടി. അല്ലാ, ബീവിക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആ ബീവി ഉമ്മാമാക്ക് നീ എല്ലാവിധ സന്തോഷവും കൊടുക്കണേ അല്ലാ. ആ ബീവിക്ക് നീ എല്ലാ ബർക്കത്തും കൊടുക്കണേ അല്ലാ. മക്കളെ കൊണ്ടൊക്കെ തങ്ങൾക്ക് നല്ല ഉയർച്ച നൽകണേ അല്ലാ. തങ്ങളും ബീവിയും ഒക്കെ അടക്കമുള്ളവർ പരിശുദ്ധമായ ഉംറക്ക് പോകുന്നു എന്ന് എന്നോട് സന്തോഷം പറഞ്ഞു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഉപ്പാപ്പ മദീനത്തെത്തിയാൽ, ഞങ്ങളുപ്പാപ്പ മക്കത്തെത്തിയാൽ, അവരൊക്കെ മസ്ജിദ് ആയിഷ പള്ളിയിലെത്തിയാൽ, അങ്ങനെ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും അവരൊക്കെ ദുആയിൽ നമ്മൾ ഉണ്ടാകും എന്നത് തീർച്ചയാണ്. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾക്കും അവിടുത്തെ ബീവിക്കും കൂടെ പോകുന്നവർക്കും ഒക്കെ നല്ല റാഹത്തായി ഉംറ ചെയ്ത് സന്തോഷത്തോടെ വരാനും ഈ സ്ഥാപനത്തെ ഇനിയും ഈ കർണാടകത്തിൽ വലിയ വിപ്ലവം സാധ്യമാക്കാൻ നീ എല്ലാവിധ തൗഫീഖും നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അങ്ങ് നിലമ്പൂരിലാണ്. എന്റെ നാട്ടിലേക്ക് ഇവിടുന്ന് ഒരു 400 കിലോമീറ്ററിലധികമുണ്ട്. എനിക്ക് കോഴിക്കോട്ട് നിന്ന് 2 മണിക്കൂർ കാറിൽ യാത്ര ചെയ്യാം. അപ്പോ എന്നാലും തങ്ങളവറുകളെയും നിങ്ങളെയൊക്കെ ആ സന്തോഷത്തിൽ കൂടാൻ വേണ്ടി വരുന്നതിൽ വലിയ സന്തോഷമുണ്ട്. മജ്മഅ അക്കാദമി എന്ന 2000 കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമുണ്ട് നാട്ടിൽ നടത്തുന്നത്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.